ധനേഷ് ഡോക്ടറെ 1410 തുടർച്ചയായ IFPHന്റെ സൂം വെബിനാറിലേക്ക് സ്വാഗതം. ആദ്യം ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഹോമിയോപ്പതി ഫിസിഷ്യൻ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, വിവിധ തരം രോഗികളെക്കുറിച്ചും, വിവിധ അവസ്ഥയിലുള്ള രോഗികളെക്കുറിച്ചും അഭിപ്രായം പറയേണ്ട ആളാണ്, ചികിത്സിക്കേണ്ട ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അറിയേണ്ട വിഷയങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. അത്രത്തോളം പറഞ്ഞ പോലെ കടലോളം നീളത്തിൽ കായലോളം വീതിയിൽ അത്രത്തോളം എക്സ്റ്റെൻസീവ് ആണ് അറിവെന്ന് പറയുന്നത്. വിവിധ വിഷയങ്ങൾ, അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചും സാമുവൽ ഹെൻമാൻ കൃഷ്ണകുമാരന് അറിവുണ്ടായിരുന്നു. 10ഓളം ഭാഷകൾ പ്രഗത്ഭനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളും മോശമല്ലാത്ത രീതിയിൽ അറിവ് ആർജിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ആയുർവേദ ശാസ്ത്രം നമ്മുടെ എല്ലാ അടിസ്ഥാനമായ ശാസ്ത്രമാണ്. ചികിത്സാ ശാസ്ത്രം 10,000 വർഷത്തിന് പഴക്കമുള്ള ആയുർവേദ ശാസ്ത്രം. അതിനകത്ത് വളരെയധികം വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, ഡോക്ടർ MS വല്യത്താൻ അദ്ദേഹം ചരക സംഹിതയെക്കുറിച്ചും സുശ്രുത സംഹിതയെക്കുറിച്ചും 2 വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകം ഇതാണ്, ചരക പൈതൃകം, ഡോക്ടർ MS വല്യത്താൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീത്ര മെഡിക്കൽ സെന്ററിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ MS വല്യത്താൻ. അതുപോലെ തന്നെ കോഴിക്കോട് ഡോക്ടർ CK രാമേന്ദ്രൻ. പിന്നെ ധാരാളം ബിഷപ്പുകാരന്മാർ ഉണ്ടായിരുന്നു. എല്ലാവരും വളരെ വിശദമായിട്ട് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാരും അതിൽ പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുകയും അതിനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ഇന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഡോക്ടർ സേതുരാജ്. അദ്ദേഹം സംഹിത സംസ്കൃതം സിദ്ധാന്തം വകുപ്പ്, ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറ, അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അപ്പോൾ വൈദ്യകീയ സുഭാഷിതങ്ങൾ എന്നൊരു വലിയ പുസ്തകം തന്നെയുണ്ട്. ഒരുപാട് വിഭാഗങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഫിസിഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതായത് ആരോഗ്യം എന്താണ്, ഭക്ഷണം എന്താണ്, ഉറക്കം എന്താണ്, അതുപോലെ തന്നെ വ്യായാമത്തിന്റെ പ്രാധാന്യം എന്താണ്, മരുന്ന് എന്താണ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല അഷ്ടാംഗത്തിൽ പറയുന്ന പാദചതുഷ്ടയം എന്ന് പറയും. അതായത് വൈദ്യൻ, പരിചാരകൻ, മരുന്ന്, രോഗി, 4 ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു ചികിത്സയ്ക്ക് ഒരു വിജയം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ സെഷനിലേക്ക് ആദരപൂർവ്വം ഡോക്ടർ സേതുരാജിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങേക്ക് തുടങ്ങാം. ഒരു 45 മിനിറ്റ്. ഡോക്ടർ സേതുരാജ്. ഡോക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഡോക്ടർ എവിടെ വർക്ക് ചെയ്യുന്നു? അസോസിയേറ്റ് പ്രൊഫസർ, ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പൂണിത്തുറ, സംഹിത ഡിപ്പാർട്ട്മെന്റ്. പറഞ്ഞു ഡോക്ടർ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. കേൾക്കാം. നമസ്കാരം. മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ പഠനം, ബിരുദവും ബിരുദാനന്തര പഠനം, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ബിരുദവും ബിരുദാനന്തര പഠനമൊക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം തൃപ്പൂണിത്തുറയിലും തൃപ്പൂണിത്തുറയും കണ്ണൂരുമായി ജോലി ചെയ്തു വരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന വിഭാഗം സംഹിത സംസ്കൃതം സിദ്ധാന്തം. സംഹിത എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ ഗ്രന്ഥങ്ങൾ, ആയുർവേദത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടുള്ള പഠനം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ പറ്റി പഠിപ്പിക്കുക. പിന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ അറിയാവുന്നത് പോലെ അധികവും സംസ്കൃത ഭാഷയിലാണല്ലോ. അപ്പൊ സംസ്കൃത ഭാഷയുടെ പഠനവും, അതിന് പ്രത്യേകിച്ച് സംസ്കൃത അധ്യാപകരാണല്ലോ. അപ്പൊ ഈ 3 വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പാണ് സംഹിത സംസ്കൃതം സിദ്ധാന്തം വിഭാഗം. സംഹിത സംസ്കൃതം സിദ്ധാന്തം വിഭാഗത്തിലാണ് ഞാൻ നിലവിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ജോലി ചെയ്ത് വരുന്നത്. എന്നോട് ഇന്നിപ്പം ഈ വിഷയത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാന്യ സുഹൃത്തുക്കളുടെ മുന്നിൽ എൻ്റെ അടുത്ത് പറയാനായി ചർച്ചയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളൊരു വിഷയം വ്യായാമം സുഭാഷിതങ്ങളിലൂടെ. ഇപ്പൊ ഈ സുഭാഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് മലയാള ഭാഷയിലാണ് ഇത് കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ചുകൂടെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ അവിടെ പറയാനുള്ള കാര്യങ്ങൾ തടസ്സമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു വിശ്വാസം, ഒരു സന്തോഷം കൂടിയുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് മനോജ് സാറിനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പൊ വ്യായാമം ആദ്യമേ തന്നെ സുഭാഷിതം എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള സുഷ്ടുഹു ഭാഷിതം എന്നുള്ളതാണ് അതിന്റെ ഒരു നിരുക്തി. സുഷ്ടുഹു എന്ന് പറഞ്ഞാൽ സമ്യക്കായത്, വേണ്ടവണ്ണം പറയപ്പെട്ടിട്ടുള്ളത്, ചൊല്ലിയിട്ടുള്ളത്, വേണ്ടവണ്ണം പറഞ്ഞു നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണോ വേണ്ടത് അപ്രകാരമൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ വേണ്ടതുപോലെ, വേണ്ടത് വേണ്ടത്ര, അധികമാവാതെയും കുറഞ്ഞു പോവാതെയും വേണ്ടത് വേണ്ട പോലെ പറയപ്പെട്ടിട്ടുള്ള
ആ ഉപദേശങ്ങളെയാണ് സുഭാഷിതം. ഭാഷണം ചെയ്യാച്ച സംസാരിക്കുക, അല്ലെങ്കിൽ ദ ടീച്ചിങ്സ്, ദ വെർച്വസ് ടീച്ചിങ്സ് എന്നൊക്കെ വേണമെങ്കിൽ തർജ്ജമ ചെയ്യാവുന്ന ഒരു സംഗതി. അതായത് സമ്യക് ഭാഷിതം എന്നാണ്. സമ്യക് എന്ന് വെച്ചാൽ വേണ്ടതുപോലെ ആയിരിക്കും, അപ്രോപ്രിയേറ്റ് ആയിട്ട്, ഒപ്റ്റിമൽ ആയിട്ട്, അല്ലെങ്കിൽ വേണ്ടവണ്ണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സുഭാഷിതങ്ങൾ ഒരു വലിയ മേഖലയുണ്ട്. ഇപ്പം ഞാൻ പ്രധാനമായിട്ട് ആധാരമാക്കിയിട്ടുള്ളത് ആയുർവേദവും ആധുനിക വൈദ്യവും ഒരേപോലെ പഠിച്ചിട്ടുള്ള ഒരു ശല്യതന്ത്ര വിദഗ്ധൻ, സർജറി വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഭാസ്കർ ഗോവിന്ദ് ഖാണേക്കറുടെ വൈദ്യകീയ സുഭാഷിത സാഹിത്യം. വൈദ്യകീയ സുഭാഷിത സാഹിത്യം. അപ്പം വൈദ്യകീയ സുഭാഷിതം അത് സാഹിത്യത്തിലും. അപ്പം വൈദ്യം ശരിക്കും ഒരു സ്വതന്ത്രമായ ഒരു ശാസ്ത്രശാഖയെ വരുന്നതിന് മുന്നേ തന്നെ അത് ഈ പല പുരാണങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പരാമർശങ്ങളുടെ രൂപത്തിൽ മാത്രം നിന്നിരുന്നതാണ്. അത് പിന്നീട് ഒരു ക്രോഡീകൃത രൂപത്തിലാണ്, ഒരു സ്വതന്ത്ര ശാസ്ത്ര രൂപത്തിൽ അതിന്റെ യുക്തിഭദ്രതയും ഒക്കെ പിന്നീട് വേർതിരിഞ്ഞു വന്ന് സ്വതന്ത്രമായ ഒരു ശാസ്ത്ര. അതുകൊണ്ട് തന്നെയാണ് ഈ ആയുർവേദത്തിന് വേദങ്ങളുടെ ഉപവേദമൊക്കെ ആയിട്ട് പറയാൻ, അഥർവവേദത്തിന്റെ ക്ഷമിക്കണം, ഋഗ്വേദത്തിന്റെ ഉപവേദമായി പറയപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു കായചികിത്സാ പ്രധാനം. കായചികിത്സ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിന്റെ ഈ ജനറൽ മെഡിസിനോട് തത്തുല്യമായിട്ടുള്ള ഔഷധങ്ങളെ കൊടുത്തിട്ടുള്ള രോഗചികിത്സയെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗത്തിനെയാണ് കായചികിത്സ. ജനറൽ മെഡിസിൻ തത്തുല്യമാണെന്ന് വേണമെങ്കിൽ സാമാന്യം പറയാവുന്ന ഒരു സംഗതി. അപ്പം അതിന്റെ തത്വങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നതിന് ആധാരമായിട്ടുള്ള ഒരു വൈദിക പശ്ചാത്തലം ഋഗ്വേദത്തിൻ്റെതാണെന്നാണ് കരുതപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ശല്യതന്ത്ര പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ സർജിക്കൽ സ്കൂൾ ഓഫ് ആയുർവേദം, അതിന്റെ ഒരു മൂല സോഴ്സായി കരുതുന്നത് അഥർവവേദമൊക്കെ ആയിട്ടാണ്. അപ്പൊ അങ്ങനെ ഉപവേദം എന്ന് പറയുന്നത് വേദങ്ങളിൽ അവ്യക്ത രൂപേണ പരാമർശിക്കപ്പെട്ടിട്ടുള്ള സംഗതികളെ, അതിന്റെ പൊതുതത്വങ്ങളെ ആലോചിച്ച് ചിന്തിച്ച് ഇതിന്റെ ആചാര്യന്മാർ രൂപപ്പെടുത്തി അതിനൊരു താത്വികവും യുക്തിഭദ്രവുമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കുകയും ആ അടിത്തറയുടെ പുറത്ത് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ആയുർവേദം. അപ്പൊ അപ്പം ഈ ആയുർവേദ പരാമർശങ്ങളെ ഈ പുരാണങ്ങളിലും ഭാരതീയ സാഹിത്യങ്ങളിലും പല സന്ദർഭങ്ങളിലും, ഇപ്പം ആയുർവേദ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, ഇപ്പൊ നേരത്തെ സാമുവൽ ഹാനിമാന്റെ ഒരു 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 പ്രത്യേകതയും ഒരു സവിശേഷതയും ഇവിടെ സൂചിപ്പിച്ച പോലെ, ഇതര പോളിമാത്ത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മറ്റ് വിഷയങ്ങളിലും മറ്റ് ഭാഷകളിലും ഒക്കെ അസാധാരണമായ പ്രാഗൽഭ്യം പ്രകടിപ്പിച്ചിരുന്നതായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട്, ഒരു ചികിത്സകൻ കേവലം ശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ശാസ്ത്രേതരമായ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ സമഗ്രമായ ഒരു കാഴ്ചയോട് കൂടിയിട്ടും ഇതിന് സമാനമായി ഇതര ശാസ്ത്ര ശാഖകളെ പറ്റിയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവണം എന്നുള്ള ഒരു നിശ്ചയമാണ് ആയുർവേദവും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആയുർവേദത്തിൻ്റെതായിട്ടുള്ള പല കാഴ്ചപ്പാടുകളും പല ഉപദേശങ്ങളും ഈ പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും ഭാരതീയ സാഹിത്യത്തിന്റെ ഇപ്പം സാഹിത്യത്തിൽ തന്നെയാണ് കവിതയിലും മറ്റുമൊക്കെ പരാമർശങ്ങൾ വരാം. ഇപ്പം മാത്രമല്ല സ്വതന്ത്ര ശാഖയായിട്ടുള്ള യോഗശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ ഇതിനെപ്പറ്റി പറയാം. ഞാൻ ഇവിടെയൊക്കെയും പൊതുവായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യായാമത്തിനുള്ള മഹത്വമാണ്. അപ്പം ആയുർവേദം രണ്ട് നിലയിലാണ് മനുഷ്യനെ സമീപിക്കുന്നത്. സ്വസ്ഥനായ മനുഷ്യനെയും രോഗാതുരനായ മനുഷ്യനെയും രണ്ട് തരത്തിലാണ്. സ്വസ്ഥൻ എന്ന് പറഞ്ഞാൽ രോഗങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുകയും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഒക്കെ പ്രസന്നാവസ്ഥയിൽ തുടരുന്നവൻ. കേവലം ശാരീരികവും മാനസികവുമായ അലട്ടലില്ലായ്മ മാത്രമല്ല, ആന്തരികമായ സൗഖ്യവും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയ്ക്കാണ് സ്വാസ്ഥ്യം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. ഇനി ആതുരൻ എന്ന് പറഞ്ഞാൽ രോഗാതുരൻ, രോഗം കൊണ്ട് രോഗപീഡയാൽ കഷ്ടപ്പെടുന്നവൻ. അപ്പൊ ഇവരെ രണ്ടുപേരെയും പരിഹരിക്കുവാനായിട്ടുള്ള ഉപായങ്ങൾ പറയുന്നുണ്ട്. അപ്പം സ്വസ്ഥവൃത്തമെന്നും ആതുരവൃത്തമെന്നുമാണ് അതിനെ രണ്ട് പറയുന്നത്. സ്വസ്ഥവൃത്തം എന്ന് പറഞ്ഞാൽ സ്വസ്ഥനായിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ളവന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ട ഉപായങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ തന്നെ ആതുരവൃത്തൻ ആതുരനായവന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവന്റെ ആതുരാവസ്ഥയെ മാറ്റി അവനെ സ്വസ്ഥനാക്കി മാറ്റുവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നടപടി. ചികിത്സ, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സാ വിഭാഗമാണ്. എങ്ങനെ രോഗചികിത്സയെ പരാമർശിക്കുന്ന ഭാഗത്തെ ആതുരവൃത്തമെന്നും ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് സ്വസ്ഥവൃത്തമെന്നും രണ്ടായി പറയുന്നു. അപ്പൊ പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ രണ്ട് ഭാഗത്തും ഒരേ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്ന ഒരു സംഗതി വ്യായാമമാണ്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളെയാണ് ഈ സ്വസ്ഥനെ സംബന്ധിച്ചുള്ളത്. സ്വാസ്ഥ്യമുള്ള ആരോഗ്യം അനുഭവിക്കുന്ന ഒരാളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മൂന്ന് കാര്യങ്ങൾ പരമപ്രധാനമായി ശ്രദ്ധ വേണമെന്ന് ആയുർവേദം പറയുന്നു. അതിനെ ത്രയ ഉപസ്തംഭങ്ങൾ എന്നാണ് പറയുന്നത്. ത്രയ ഉപസ്തംഭങ്ങൾ, മൂന്ന് സ്തംഭം വെച്ചാൽ തൂണെന്നാണ്. അതിന്റെ ഉപതൂണുകൾ, അല്ലെങ്കിൽ നമ്മൾ
ഉത്തരവും കൊണ്ട് പിന്നെ ഉത്തരവുണ്ട്, കഴുക്കോലും ഉണ്ടല്ലോ. ഉത്തരം ഈ പറയുന്ന കൂട്ട് തൂണാണെങ്കിൽ അതിന്റെ കഴുക്കോലുകളായിട്ടുള്ള സംഗതികളാണ് ഈ പറയുന്ന ഉപസ്തംഭം. അപ്പൊ ഇങ്ങനെ ഉപസ്തംഭങ്ങൾ എന്ന് പറയാറുണ്ട്. അത് ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം. ആഹാരം, കഴിക്കുന്ന ആഹാരം, സേവിക്കുന്ന നിദ്ര, പിന്നെയോ ലൈംഗികമായ അച്ചടക്കം. ഈ 3 കാര്യങ്ങളും വേണ്ടവണ്ണം പരിപാലിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥനായ ഒരുവന് അവന്റെ സ്വാസ്ഥ്യത്തെ സംരക്ഷിക്കുവാൻ കഴിയും. ഇനി അതല്ല, അതൊരവസ്ഥയിലേക്ക് കടന്ന ഒരാളെയാണെങ്കിൽ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സവിശേഷമായ ചികിത്സാ പ്രയോഗങ്ങൾ, ചികിത്സാ മാർഗങ്ങൾ വേറെ ഉണ്ട്. അതിന് ആതുര വൃത്തത്തിന്റെ വിഷയമാണ്. രണ്ടിടത്തും അപ്പം അതിന്റെ ഉള്ള ചികിത്സയെ മൊത്തത്തിൽ പൊതുവെ 2 രീതിയിലാണ് ആയുർവേദം സമീപിക്കുന്നത്: ശോധന ചികിത്സയെന്നും ശമന ചികിത്സയെന്നും. അപ്പൊ ശോധന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ രോഗത്തിന് ഹേതുവായി നേരത്തെ പരാമർശിച്ച കാര്യകാരണ സിദ്ധാന്തത്തിന്റെ ഒരു വെളിച്ചത്തിൽ തന്നെയാണ് ആയുർവേദം ഇതിനെ സമീപിക്കുന്നത്. കാരണനാശേ കാര്യനാശ എന്നാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. അതായത് കാര്യത്തെ, പുറമേ കണ്ട കാഴ്ച, പുറമേ കണ്ട മാനിഫെസ്റ്റേഷൻ, നേരത്തെ മനോജ് സാർ പറഞ്ഞ ആ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ, മാനിഫെസ്റ്റേഷൻസ് ആർ ദ expressions the external manifestations are the reflections of the internal rumbling. ആന്തരികമായിട്ടുണ്ടായ വിക്ഷോഭത്തിന്റെ ബാഹ്യമായ പ്രകടനമാണ് ഈ ലക്ഷണങ്ങളൊക്കെ. അപ്പൊ ഈ ലക്ഷണങ്ങളെ നേരിട്ടല്ല ചികിത്സിക്കേണ്ടത്. ലക്ഷണങ്ങളിൽ നിന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആന്തരമായിട്ടുള്ള വിക്ഷോഭത്തെ, ആഭ്യന്തര വിക്ഷോഭത്തെ തിരിച്ചറിയുക. ആ ആഭ്യന്തര വിക്ഷോഭത്തിന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനെയാണ് ചികിത്സ എന്ന് പറഞ്ഞത്. ആ ചികിത്സയെ ലംഘനമെന്നും പുഷ്ടികരമായ ചികിത്സയെന്നും ശോഷിപ്പിക്കുന്ന ചികിത്സയെന്നും, അതിനെ ലംഘനമെന്നും ബ്രഹ്മണമെന്നും പറയുന്നു. ആ ലംഘനത്തിനെ 2 തരത്തിൽ പറഞ്ഞു: ശോധനമെന്നും ശമനമെന്നും. അതിൽ ശോധനം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ദോഷ രോഗത്തിന് കാരണമായി വന്നിട്ടുള്ള അനാരോഗ്യകരമായ രൂപത്തെ പ്രാപിച്ച ശാരീരിക ഭാവങ്ങളെ ശരീരത്തിൽ നിന്ന് ബലാത്കാരമാണ് പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയയുടെ പേരാണ് ശോധന ചികിത്സ. ഇനി അതല്ല, ഈ രോഗപ്രക്രിയക്കുള്ള കാരണമായിട്ടുള്ള ആഭ്യന്തര വൈഷമ്യം, ആഭ്യന്തരമായിട്ടുള്ള വിക്ഷോഭം ഒരു ഇടത്തരം തീവ്രത മാത്രമേ ഉള്ളൂ, ഒരു മധ്യമ തീവ്രതയേ ഉള്ളൂ എങ്കിൽ അതിനെ ഉള്ളിൽ തന്നെ അടക്കുന്ന, ഉള്ളിൽ തന്നെ ഒതുക്കുന്ന പ്രക്രിയയുടെ പേരാണ് ശമന ചികിത്സ. ആ ശമന ചികിത്സയിലും വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു പ്രക്രിയയാണ് വ്യായാമം. ഞാനിത് രണ്ടും പറഞ്ഞത് വ്യായാമത്തിനെ ഒരു സ്വാസ്ഥ്യ സംരക്ഷണ ഉപാധിയായിട്ടും രോഗചികിത്സാ ഉപാധിയായിട്ടും ആയുർവേദം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായി പറഞ്ഞു വരാൻ. ഇതുമായി ബന്ധപ്പെട്ട് വ്യായാമത്തിന്റെ ഒരു നിർവചനത്തെ പറ്റിയിട്ട്, വ്യായാമം എന്താണ് എന്നുള്ളതിനെ പറ്റി നിർവചനം പറയുമ്പോൾ, ശരീരചേഷ്ട യാചേഷ്ട സ്ഥൈര്യാർത്ഥ ബലവർദ്ധിനി ദേഹവ്യായാമ സംഖ്യാത മാത്രയാതം സമാചരേ. അതായത് ശരീരചേഷ്ട യാചേഷ്ട, സ്ഥൈര്യാർത്ഥ സ്ഥൈര്യത്തെയും സ്റ്റെബിലിറ്റി അല്ലെ സ്ട്രെങ്തിനെയോ നൽകുന്ന, സ്ഥൈര്യം എന്ന് വെച്ചാൽ ഉറപ്പ്, കെട്ടുറപ്പ് അല്ലെങ്കിൽ ഉറപ്പിനെ, ശരീരത്തിന്റെ ദാർഢ്യത്തെ അല്ലെ ദൃഢതയെ നൽകുന്ന യാതൊരു ശാരീരിക ചേഷ്ടയാണോ, ചേഷ്ട എന്ന് വെച്ചാൽ ആക്ടിവിറ്റി, യാതൊരു ശാരീരിക പ്രക്രിയയാണോ, യാതൊരു ശാരീരികമായിട്ടുള്ള പ്രവൃത്തിയാണോ ശരീരത്തിന് ദൃഢതയും ഉറപ്പിനെയും നൽകുന്നത്. ശരീരചേഷ്ട യാചേഷ്ട സ്ഥൈര്യാർത്ഥ ബലവർദ്ധി. അത് മാത്രമല്ല, ബലത്തെ നൽകുന്നതും കൂടിയാണ്. അതിന് സ്റ്റെബിലിറ്റി നൽകിയാൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം, സ്ട്രെങ്തിനെയും കൂടെ, അത് ബലത്തെ കൂടെ നൽകുന്നത്. അപ്പം ബലം നൽകുന്നു, ഉറപ്പ് നൽകുന്നു. യാതൊരു ചേഷ്ടയാണോ, യാതൊരു ശാരീരിക ചേഷ്ടയാണോ ബലത്തെയും ഉറപ്പിനെയും നൽകുന്നത്. അതിനെ ദേഹവ്യായാമം, ശരീരവ്യായാമം എന്ന് പറയപ്പെടുന്നു. സംഖ്യാതം, ആ ഖ്യാതിയോടുകൂടി സമ്യക്കായിട്ട് ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം ശരീരത്തിന് ഉറപ്പിനെയും ബലത്തിനെയും നൽകുന്ന യാതൊരു തരമായിട്ടുള്ള ശാരീരിക പ്രവൃത്തിയാണോ ഉള്ളത് അതിനെ ശരീര വ്യായാമം എന്ന് പറയുന്നു. അത് അളവിൽ, അത് വേണ്ട അളവിൽ, ആവശ്യമായ അളവിൽ, പര്യാപ്തമായ അളവിൽ തന്നെയാണ്. മാത്രയാതം സമാചരി. അതിനെ കൃത്യമായ അളവിലാണ്. അളവിൽ കൂടാനും പാടില്ല, കുറവാവാനും പാടില്ല. ഇത് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അതാണ്. ഒരു സംഗതിയും അധികമാവാനും പാടില്ല, കുറവാവാനും പാടില്ല. അത് വേണ്ടത് വേണ്ടത്രയായിരിക്കുക. അതിനെ വേണ്ടത് വേണ്ടത്രയായിരിക്കുന്നതിനെ ഒപ്റ്റിമൽ ലെവൽ എന്നൊക്കെ പറയാം. ഈ ഒപ്റ്റിമൽ ലെവലിന് ആയുർവേദം ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക സജ്ഞ ഉണ്ട്. അത് സമ്യക് യോഗം. വേണ്ടത് വേണ്ട പോലെ ഇരിക്കൽ. അപ്പൊ വേണ്ടതെല്ലാം വേണ്ട പോലെ ഇരിക്കണം. വേണ്ടതുപോലെ ഇരിക്കണമെങ്കിൽ സ്വസ്ഥന് കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ഇരിക്കാൻ വേണ്ടി ഏറ്റവും അനിവാര്യമായ ഒരു പ്രക്രിയയാണ് വ്യായാമം.
ആരോഗ്യം രോഗമുള്ളവനിൽ രോഗശാന്തി വരുത്തുന്നതിനും അനിവാര്യമായ വേണ്ട അപ്രകാരമുള്ള ഒരു പ്രക്രിയയാണ് വ്യായാമം. അപ്പൊ ഈ വ്യായാമത്തിനെ ഈ സ്വസ്ഥവൃത്തത്തെ പറ്റി പറഞ്ഞപ്പോൾ രണ്ട് തലത്തിൽ ഈ വ്യായാമത്തിനെ കാണുകയാണെങ്കിൽ സ്വാസ്ഥ്യ സംരക്ഷണം. അപ്പം ഈ സ്വസ്ഥനായ ഒരു വ്യക്തി, അപ്പൊ ജീവനെ ആയുർവേദം കാണുന്നത് ഒരു ചലനാത്മകമായ സംവിധാനമായിട്ടാണ്, ഒരു 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 ഡൈനാമിക് സിസ്റ്റമായിട്ടാണ്. അതായത് എപ്പോഴും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയും ചുറ്റുപാടുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ആ സമ്പർക്കത്തിന്റെ ഫലമായി സ്വയം മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ആ മാറ്റങ്ങളെ സ്വയം സമീകരിക്കുവാനും ക്രമീകരിക്കാനുമുള്ള സഹജമായ നൈസർഗികമായ ക്ഷമതയുള്ള ഒരു സംവിധാനമായിട്ടാണ് ആയുർവേദം ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ജീവനെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ടല്ല, ഒറ്റപ്പെട്ട ഒരു തുരുത്തായല്ല കാണുന്നത്, ചുറ്റുപാടുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കാണുന്നത്. അപ്പൊ ചുറ്റുപാടുമായിട്ടുള്ള സമ്പർക്കം, രാപകലുള്ള മാറ്റങ്ങൾ, രാപകൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന മാറ്റങ്ങൾ നമ്മളിൽ പ്രതിഫലിക്കുന്നു. കാലം കൊണ്ട് ഋതുക്കൾ മൂലം ചുറ്റുപാടുകൾക്ക് വരുന്ന മാറ്റവും നമ്മൾ ജീവനിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ പ്രതിഫലനങ്ങളൊന്നും, ഈ ചുറ്റുപാട് നടക്കുന്ന മാറ്റങ്ങളൊന്നും ജീവിയുടെ ഉള്ളിൽ രോഗത്തെ ഉണ്ടാക്കുന്ന ഒരു വിക്ഷോഭത്തിലേക്ക് പോവാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ശീലിക്കേണ്ട ചില ചിട്ടകളുണ്ട്. അതിനെയാണ് ചര്യകൾ എന്ന് പറയുന്നത്. അതിനെ ഒരു ദിവസം ആചരിക്കേണ്ട ചര്യകളെ ദിനചര്യ എന്നും, ഓരോ ഋതുക്കളിൽ 6 ഋതുക്കളായി പറയപ്പെട്ടിട്ടുണ്ട്. ശിശിരോദ വസന്തശ്ച ഗ്രീഷ്മവർഷ ശരതിമഹ. അപ്പം ഈ 2 മാസം കൂടുന്ന 6 ഋതുക്കൾ ഉള്ളതായി പറയുന്നു. ഓരോ 6 ഋതുക്കളും ശീതം, വർഷം, തണുപ്പ്, മഞ്ഞ്, വേനൽ, മഴ തുടങ്ങിയിട്ടുള്ള 6 തരത്തിലുള്ള, ഈ തണുപ്പിന്റെ തന്നെ 2 ഭേദങ്ങളായിട്ട് ശിശിരവും ഹേമന്തവും പറയുന്നു. വർഷത്തിന്റെ 2 ഭേദങ്ങളായി കേരളത്തിൽ പ്രാവൽ ഋതുവെന്നും വർഷ ഋതുവെന്നും പറയുന്നു. പിന്നെ ഇതിനകത്ത് വസന്തവും ശരത്തും കൂടെ ആകുമ്പോൾ ഈ പറയുന്ന 6 ഋതുക്കളായി. ഈ 6 ഋതുക്കൾ അതിന്റെ തനതായിട്ടുള്ള ലക്ഷണങ്ങളോടും തനതായിട്ടുള്ള സവിശേഷതകളോടുള്ള പാരിസ്ഥിതിക പ്രകടനങ്ങൾ കാണിക്കുന്നവയാണ്. അതിനനുസരിച്ചുള്ള സ്വാധീനം ആ അന്തരീക്ഷത്തിൽ, ആ പരിസരത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ പ്രകടമാകുന്നുണ്ട്. ആ മാറ്റങ്ങൾ, ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റം ജീവിയിലുണ്ടാകുന്ന മാറ്റത്തെ അപായകരമായ അല്ലെങ്കിൽ രോഗോൽപാദനത്തിന് സമർത്ഥമായ രൂപത്തിലേക്ക് പോകാതെ സംരക്ഷിക്കാൻ ഓരോ ജീവിയും അനുവർത്തിക്കേണ്ട, പ്രത്യേകിച്ച് മനുഷ്യന്മാർ അനുവർത്തിക്കേണ്ട ചിട്ടകളെയാണ് ദിനചര്യ. ഒരു ദിവസത്തിൽ ആചരിക്കേണ്ട ചിട്ടയെ ദിനചര്യ എന്ന് പറയും. ഒരു ഋതുവിൽ പിന്തുടരേണ്ട ചിട്ടയെ ഋതുചര്യ എന്നും പറയുന്നു. അപ്പൊ ഈ ദിനചര്യയുടെ അവിഭാജ്യമായ ഘടകം എഴുന്നേൽക്കുന്ന നിമിഷം തൊട്ട് നമ്മൾ രാത്രി ഉറക്കത്തിലേക്ക് പോകുന്ന വേള വരെയുള്ളതിനെ ചിട്ടപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദിനചര്യയിൽ എഴുന്നേറ്റ് പല്ല് തേച്ച് ശുദ്ധി ശൗചാദികൾ ചെയ്ത് അതിൽ അനിവാര്യ സ്നാനാദികൾ ചെയ്ത് ഒക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിശ്ചയമായും ചെയ്യേണ്ട ഒരു സംഗതിയായിട്ടാണ് വ്യായാമത്തെ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന വേളയിലാണ് ശരീരചേഷ്ട, ബലാർത്ഥ, സ്ഥൈര്യകര, ബലവർദ്ധിനി, സ്ഥൈര്യത്തെ ഉറപ്പാക്കുകയും ശരീരത്തിന് കെട്ടുറപ്പ് നൽകുകയും ബലത്തെ നൽകുകയും ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള ശാരീരിക ചേഷ്ടകളാണോ ഉള്ളത് അതിനെ ശരീര വ്യായാമ സംഖ്യാത മാത്രയാതാം സമാജം. അതിനെ കൃത്യമായ അളവിൽ, മാത്ര വെച്ചാൽ അതിനുള്ള വേണ്ട കൃത്യമായ അളവിൽ ചെയ്താൽ മാത്രമേ വ്യായാമം പ്രയോജനകരമാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വ്യായാമത്തിന്റെ ഗുണത്തെ പറ്റിയിട്ടും പരാമർശമുണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാഘവം കർമ്മസാമർഥ്യം ദീപ്തോഗ്നിർമേധസക്ഷയ വിഭക്ത ഘനഗാത്രത്വം വ്യായാമാതുപജായതി. ലാഘവം, ശരീരത്തിനൊരു വ്യായാമം വേണ്ടവണ്ണം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് ലാഘവം അനുഭവപ്പെടുന്നു, ഫീലിംഗ് ഓഫ് ലൈറ്റ്നസ്. ലാഘവം കർമ്മസാമർഥ്യം, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചെയ്യേണ്ടതായ കാര്യങ്ങളിലുള്ള സാമർഥ്യം, അതിനുള്ള ക്ഷമതയുണ്ടാവുന്നു. ലാഘവം കർമ്മസാമർഥ്യം ദീപ്തോഗ്നിർ, അഗ്നിയുടെ ദീപ്തി, ദഹനശക്തി ഉത്തേജിതമാകുന്നു. ദീപ്തോഗ്നിർ മേധസക്ഷയ, ശരീരത്തിൽ സഞ്ചിതമാകുന്ന അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിന്റെയും മറ്റു പുഷ്ടികരമായ ഭാവങ്ങളിലെ ക്രമാതീതമായി അടിഞ്ഞുകൂടിയിട്ടുള്ള, സ്വാഭാവികമായ ശരീരത്തിൽ കൊഴുപ്പിന്റെ ഒക്കെ ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് മേധസ് എന്നാണ് ഇതിനെ ആയുർവേദത്തിൽ പറയുക. പല രൂപത്തിൽ സൂക്ഷ്മവും സ്ഥൂലമായ തലത്തിൽ ശരീരത്തിന്റെ പുഷ്ടിക്ക് കാരണമായിട്ടുള്ള മേധസ്സിന്റെ ഭാവങ്ങൾ അത് സ്വാഭാവികമായ ശരീരത്തിന് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളതാണ്. എന്നാൽ ക്രമാതീതമായ തോതിൽ അവ ഏറുമ്പോൾ അത് രോഗത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പം അത് വരാത്ത രീതിയിൽ, അപ്പം ലാഘവം കർമ്മ സാമർഥ്യം ദീപ്തോഗ്നിർ, അപ്പം ശരീരത്തിന് ലാഘവത്തെ നൽകുന്നു, ചെയ്യാനുള്ള പ്രവർത്തിക്കുള്ള സാമർഥ്യത്തെ നൽകുന്നു, അഗ്നിദീപ്തി ഉണ്ടാകുന്നു. അഗ്നിദീപ്തി ഉണ്ടാകുന്നത് ദഹനശക്തിയെ ഉത്തേജിപ്പിക്കുന്നു. പിന്നെയോ
ദീപ്തോക്തം വിഭക്ത ഘനഗാത്രത്വം മേധസക്ഷയ, മേധസ്സിന്റെ അടിഞ്ഞുകൂടിയ കൊഴുപ്പിന്റെ നിവാരണത്തിന് സഹായിക്കുന്നു. മേധസക്ഷയ വിഭക്ത ഘനഗാത്രത്വം. നമ്മൾ ഈ പറയുന്ന കൊണ്ട് ആരോഗ്യത്തിന്റെ ലക്ഷണമായി പറയാം, മൃഗരാജഗടി ഉടി രാജമുഖി, മൃഗരാജ വിരാജിത മന്ദഗതി എന്നൊക്കെ പറയുന്ന പോലെ ഒതുങ്ങിയ അരക്കെട്ടോടുകൂടി വിരിഞ്ഞ മാറോടും കൂടിയും പേശികളൊക്കെ വേറെ വേറെ വേർതിരിച്ചറിയാൻ പറ്റുന്നതിൽ സുഘടിതമായ സുവിഭക്ത ഘനഗാത്രത്വം, സുവിഭക്തം വേണ്ടവണ്ണം വേർതിരിക്കപ്പെട്ട്, സുവിഭക്തം വേണ്ടവണ്ണം വിഭജിക്കപ്പെട്ടിട്ടുള്ള പേശികളോടും ഘടനാവിശേഷത്തോടും കൂടിയിട്ടുള്ള ഒരു ശരീരത്തെ ലഭ്യമാക്കുന്നു വ്യായാമം. സുവിഭക്ത ഘനഗാത്രത്വം വ്യായാമ അതുപജായതേ. വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങളെ ഇപ്പൊ ഈ പദ്യരൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പം ആയുർവേദം പഠിക്കുക എന്ന് വെച്ചാൽ പദ്യം മാത്രം പഠിക്കുകയാണെന്നൊരു സംശയം തോന്നിയേക്കാം. അങ്ങനെയല്ല, ഇതിനെ സൂത്രരൂപത്തിലുള്ള അവതരണം എന്നാണ് പറയുന്നത്. പണ്ട് ഇന്നത്തെ പ്രസിദ്ധീകരണത്തിന്റെയോ പബ്ലിക്കേഷന്റെയോ ഒക്കെ സാധ്യതയൊന്നും അധികം ഇല്ലാതിരുന്ന കാലത്ത് ആയുർവേദത്തിന്റെ ഒരു ലഘുചരിത്രത്തിലേക്ക് പെട്ടെന്നൊന്ന് പോയി കഴിഞ്ഞാൽ വാമൊഴിയായിട്ടാണ് ഈ അറിവുകളൊക്കെ ആദ്യകാലങ്ങളിൽ കൈമാറ്റപ്പെട്ടിട്ടുള്ളത്. പിന്നീട് വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ രേഖീകരണത്തിലേക്ക് പോവുകയും, പക്ഷെ അത് വളരെ ക്ലേശകരമായ ഒരു പരിപാടി ആയതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ വിഭവങ്ങളുടെ ലഭ്യത കുറവ് മൂലം ചുരുക്കി ഒതുക്കി പറയേണ്ട ഒരു സംഗതി വന്നു. അപ്പം ഒരു ഒതുക്കി ചുരുക്കി പറയുന്ന പ്രക്രിയയുടെ പേരാണ് സൂത്രരൂപത്തിലുള്ള അവതരണം. അപ്പം സൂത്രരൂപത്തിലാണ് അപ്പം വിപുലമായ കടൽ പോലെയുള്ള കടലിൽ നിന്ന് ഉപ്പ് പരലാക്കി ചുരുക്കി കഴിഞ്ഞാൽ ആ ഉപ്പ് പരലിൽ നിന്ന് ഏതൊരു കടലിൽ നിന്നാണോ ഉപ്പ് പരൽ വന്നത് ആ ഉപ്പുകല്ല് വന്ന കടലിന്റെ വിസ്തൃതിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റണം. അപ്പൊ ആ രീതിയിൽ ചുരുക്കി തന്ന ആ ഉപ്പ് പോലെ, കടൽ വെള്ളത്തെ ഉപ്പ് പോലെ ചുരുക്കി തരുന്നത് പോലെയുള്ള അതേപോലെ അറിവിനെ ചുരുക്കി പറയുന്ന പദ്യരൂപത്തിൽ ഒതുക്കി പറയുന്ന പ്രക്രിയയുടെ പേരാണ് ഈ സൂത്രരൂപത്തിലുള്ള അവതരണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആയുർവേദത്തിൽ പറയുമ്പോൾ പലപ്പോഴും സൂത്രരൂപത്തിൽ കാര്യം പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ, എന്നാൽ കൃത്യമായ ഈ ഒരു ഛന്ദസ് എന്നാ പറഞ്ഞ ഒരു പോയറ്റിക് മീറ്ററിൽ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോയറ്റിക് മീറ്ററിന്റെ സഹായത്തോടു കൂടി നമുക്ക് നഷ്ടപ്പെടാതെയും മറക്കാതെയും കൃത്യമായി പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇത് സാധാരണ ഞാനിപ്പോ പറഞ്ഞ ശ്ലോകം അഷ്ടാംഗ ഹൃദയത്തിൽ നിന്നുള്ള ശ്ലോകം. ലാഘവം കർമ്മ സാമർത്ഥ്യം ദീപ്തോഗ്നിർ മേധസക്ഷയ വിഭക്ത ഘനഗാത്രത്വം വ്യായാമാതുപജായതേ. ഇതിനെ വ്യാകരണപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അനുഷ്ടിപ്പ് എന്ന ഒരു വൃത്തത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അനുഷ്ടിപ്പ് വൃത്തം. അതിന് ഈ വൃത്തത്തിനെ പോയറ്റിക് മീറ്റർ എന്നെല്ലാം പറയും. പോയറ്റിക് മീറ്ററിനെ ഛന്ദസ് എന്നൊക്കെയാണ് സംസ്കൃതത്തിൽ പറയുക. അപ്പം ഈ അനുഷ്ടിപ്പ് എന്ന് പറഞ്ഞ ഛന്ദസ്സിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പം ഈ അറിവ് തന്നെ പലപ്പോഴും നമ്മൾ ഒരു സംഗതി മറന്നുപോയാൽ അനുഷ്ടിപ്പിലുള്ള ഇതാണ്, അപ്പൊ അനുഷ്ടിപ്പിന്റെ ക്രമം ഇതാണ്, ആ ക്രമത്തിൽ ഇന്ന ഭാഗത്ത് ഇന്ന അക്ഷരമാണ് വരാൻ സാധ്യതയുള്ളത് എന്നൊക്കെയുള്ള അറിവ് ഇതിനെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഈ വ്യായാമം ചെയ്യുമ്പോൾ വ്യായാമം നിത്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇത് എല്ലാ പേരും ഒരേപോലെ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു തർക്കമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പുതുതായി WHO മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലേക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക്, യൗവനയുക്തർക്ക്, മധ്യവയസ്സുള്ളവർക്ക്, വൃദ്ധന്മാർക്ക്, ഗർഭിണികൾക്ക് എന്നൊക്കെ പറഞ്ഞ് വിവിധ തരത്തിലുള്ളവർക്ക് വിവിധ തോതിലാണ് ഇത് പറയപ്പെട്ടത്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ വ്യായാമത്തിലേക്ക് കടക്കാൻ കഴിയില്ല. ചിലർക്ക് വ്യായാമം നിഷിദ്ധമാവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ സുശ്രുത സംഹിതയിൽ വളരെ ഭംഗിയുള്ള ഒരു സുഭാഷിതമുണ്ട്. അതിങ്ങനെയാണ്: വയോബല ശരീരാണി, വയസ്സ് ബലവും വയോബല ശരീരാണി ദേഹ കാല അശനാനിച സമീക്ഷ്യ കുര്യാദ് വ്യായാമം അന്യഥാ രോഗം ആപ്നുയാത്. പറയുന്നത് ഇങ്ങനെയാണ്: വയോബല ശരീരാണി, വയസ്സ് പരിഗണന. അപ്പൊ ഏതൊക്കെ ഘടകങ്ങളെ പരിഗണിച്ച് വേണം വ്യായാമത്തിലേക്ക് പോകണം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ വയസ്സിനെ പരിഗണിക്കണം. എത്ര വയസ്സിനെ ബാല്യമെന്നും യൗവനമെന്നും വാർദ്ധക്യം എന്നൊക്കെ സാമാന്യമായ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് മറ്റു ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത്. അപ്പം ബാല്യകാലത്തിലുള്ള വ്യായാമത്തിന്റെ തോതല്ല യൗവനകാലത്ത് വേണ്ടി വരിക, യൗവനകാലത്തുള്ള വ്യായാമത്തിന്റെ തോതല്ല വാർദ്ധക്യകാലത്ത് വേണ്ടി വരിക. അപ്പം വയസ്സ് പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ബലം, അവനവന്റെ ശക്തിക്കനുസരിച്ച് വേണം വ്യായാമം ചെയ്യുവാൻ. അപ്പൊ ഇത് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ആയുർവേദത്തിൽ പരാമർശിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അത് അർത്ഥശക്തിയ നിഷേവ്യസ്തു. എങ്ങനെ വ്യായാമം ചെയ്യണമെന്ന് പറയുമ്പോൾ പറയുന്നു അർത്ഥശക്തി, അവനവന്റെ പരമാവധി കഴിവിന് പകുതി ബലത്തിൽ വ്യായാമം ചെയ്താൽ മതിയാവും. അതായിരിക്കും പര്യാപ്തമായ വ്യായാമം. അതാണ് അർത്ഥശക്തി വ്യായാമം എന്നൊരു പരാമർശമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പം അതിനു മുന്നേ നമ്മൾ
വ്യായാമം നിർദ്ദേശിക്കേണ്ടത് ഓരോ രോഗിയിലും ഓരോ വ്യക്തിയിലും വ്യായാമം ആസൂത്രണം ഏത് തോതിൽ ഏത് തീവ്രതയിൽ ചെയ്യണമെന്നുള്ളതിന്റെ ആധാരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണിത്. വയോബല ശരീരാണി ദേശകാല അശനാനിച. വയസ്സ്, ബലം, ശരീരം. വയോബല ശരീരാണി ദേശകാല അശനാനിച. സമീക്ഷ കുര്യാ വ്യായാമം. ഇത് സമീക്ഷ എന്ന് പറഞ്ഞാൽ സമ്യക് ഈക്ഷണം എന്നാ. വേണ്ടവണ്ണം നോക്കി നിരീക്ഷിച്ചിട്ട്, അതായത് ഒരു വ്യായാമം നിർദ്ദേശിക്കപ്പെടാൻ പോകുന്ന ആരോഗ്യവാനായവനും അല്ലെ രോഗിയായിട്ടുള്ളവന്റെയും വയസ്സ് ഏത് അവസ്ഥയിലാണ്, വയസ്സിന്റെ വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് അയാൾ നിൽക്കുന്നതെന്നുള്ളത് ഒരു പ്രധാന പരിഗണന അർഹിക്കുന്ന ഒരു വിഷയമാണ്. ബലം, പിന്നെ അവന്റെ ബലത്തിന്റെ ആകത്തുകയെ മനസ്സിലാക്കണം. കഠിനമായ വ്യായാമം ചെയ്യാനുള്ള ക്ഷമത അവനുണ്ടോ, അതോ ലഘുവായ വ്യായാമം തന്നെയാണോ അയാൾക്ക് സാധ്യമായിട്ടുള്ളൂ. അപ്പൊ വയോബല ശരീരമാണ്. പിന്നെ ശാരീരിക ഘടന മനസ്സിലാക്കേണ്ടത്. വളരെ മെലിഞ്ഞ ശരീരമുള്ളവരുണ്ട്, സ്ഥൂല ശരീരമുണ്ട്, മധ്യമ ശരീരമായിട്ടുള്ളവരുണ്ട്. അപ്പം ശരീര ഘടനയ്ക്കനുസരിച്ചിട്ടും വ്യായാമത്തെ ചിട്ടപ്പെടുത്തേണ്ടതായിട്ട്. വയോബല ശരീരാണി ദേശകാല അശനാനിജ. അശനം വെച്ചാൽ ഭക്ഷണങ്ങളാണ്. ഇപ്പൊ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒരാൾ കഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് അയാളുടെ വ്യായാമത്തിന്റെ സ്വഭാവത്തെയും തീവ്രതയും ചിട്ടയും ക്രമീകരിക്കേണ്ടതായിട്ട്. വയോബല ശരീരാണി ദേശകാല അശനാനിജ. ദേശവും കാലവും. തണുപ്പ് ദേശത്തുള്ളവർക്ക് വ്യായാമം കുറച്ച് കൂടുതൽ ചെയ്യേണ്ടതായി വന്നേക്കാം. എന്നാൽ ചൂട് ദേശത്ത് അത്രയും അധികം കഠിനമായ വ്യായാമം ആ ശരീരത്തിന് താങ്ങാൻ ചിലപ്പോൾ പറ്റണം എന്നില്ല. ആ ദേശത്തെ ആൾക്കാർക്ക് പറ്റണം എന്നില്ല. അപ്പം ദേശം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാലം ഒരു ദേശം. അപ്പം തണുപ്പ് കാലത്തെ വ്യായാമത്തിന്റെ തോതാവരുത് വേനൽക്കാലത്ത് ചെയ്യേണ്ടത്. വേനൽക്കാലത്തെ തോതായിരിക്കരുത് മഴക്കാലത്ത് ചെയ്യേണ്ടത്. അപ്പം ഋതുക്കൾക്കനുസരിച്ച് നേരത്തെ പറഞ്ഞ ഋതുചര്യ. അപ്പം വ്യായാമം ഒരു ദിനചര്യയുടെ ഭാഗമാണ്. പക്ഷെ ആ വ്യായാമം തന്നെ ഓരോ ഋതുക്കളിൽ ചെയ്യുമ്പോഴും ആ ഋതുവിന്റെ സ്വഭാവം അനുസരിച്ച് ഋതു ആവശ്യപ്പെടുന്ന തോതിൽ മാത്രം ചിട്ടപ്പെടുത്തേണ്ടത്. അതാ വയോബല ശരീരാണി ദേശകാല അശനാനിജ. ദേശകാലങ്ങളെയും അശനത്തെയും. എന്തൊക്കെയാണ് കഴിക്കുന്നത്? വളരെ ബഹുവശനായിട്ടുള്ള ആളാണ്, വളരെയധികം ഭക്ഷണം കഴിക്കുന്ന ഒരാൾ. അയാൾക്ക് കുറച്ചുകൂടെ കൂടുതലായ തോതിൽ വ്യായാമം ചെയ്യേണ്ടത്. മിതഭോജിയായിട്ടുള്ള മിതമായ വ്യായാമം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം അതിവ്യായാമം അപകടത്തിലേക്ക് പോകും. അതാണ് സമീക്ഷ കുര്യാത് വ്യായാമം. ഈ പറഞ്ഞ ഘടകങ്ങളെ വയോബല ശരീരാണി ദേശകാല അശനാനിജ സമീക്ഷ കുര്യാത് വ്യായാമം അന്യത രോഗമാപ്നുയാത്. അങ്ങനെ അല്ലെങ്കിലോ, അങ്ങനെ അല്ലാതെ ഈ പരിഗണനയൊന്നും ഇല്ലാതെ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ കഠിനമായ വ്യായാമത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് രോഗത്തെ ജനിപ്പിക്കും. ഈ വ്യായാമം അധികമായി പോകുമ്പോൾ അധികമായ വ്യായാമത്തിന്റെ ഒരു പ്രത്യേക സാങ്കേതിക സജ്ഞ തന്നെ ഉണ്ടായിരുന്നു. അതിന് സാഹസം എന്നാ പറയുന്നത്. സാഹസം ഈ ശരീരക്ഷയത്തിനുള്ള സാഹസം, വേഗസംരോധം, ശുക്രോജ സ്നേഹ സംശയ, അന്നപാന വിധിത്യാഗം, ചത്വാരോസ. ഇപ്പൊ രാജേക്ഷ്മാവ് അല്ലെങ്കിൽ രാജേക്ഷ്മാവ് ക്ഷയം എന്ന് പറഞ്ഞാൽ ട്യൂബർക്കുലോസിസ് എന്ന് മാത്രമല്ല, ലളിതമായിട്ടുള്ള ശാരീരക്ഷയം തൊട്ട് മാരകമായ ട്യൂബർക്കുലോസിന്റെ പല അവസ്ഥകളെയും ആയുർവേദത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷയരോഗത്തിന്റെ ഭാഗത്തിലാണ്. ക്ഷയരോഗം സാമാന്യമായി ഇപ്പോൾ പൊതു ഉപയോഗം വഴി TBയുടെ ഒരു സമാന വാചിയായി മാറിയിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിൽ അതിനെ കുറച്ച് വിപുലമായിട്ടുള്ള എല്ലാ പ്രതിരോധ ശക്തി കോംപ്രമൈസ്ഡ് ആവുന്ന എല്ലാതരം രോഗാവസ്ഥകളെയും ആയുർവേദം സമീപിക്കുന്നത് ഈ ക്ഷയരോഗത്തിന്റെ ഒരു പ്രസംഗത്തിലാണ്, ഒരു സന്ദർഭത്തിലാണ്. അപ്പം അങ്ങനെയുള്ള ഈ ക്ഷയരോഗത്തിന്റെ കാരണങ്ങൾ പലത് പറയുന്നതിൽ ഒന്ന് സാഹസമാണ്. സാഹസം വെച്ചാൽ അധികമായ തോതിൽ അവനവന്റെ ശരീരക്ഷമതയെ അധികരിക്കുന്ന രീതിയിലുള്ള വ്യായാമം ചെയ്യൽ. ഇന്നിപ്പം നമ്മൾ പലപ്പോഴും നേരിടുന്നത് വ്യായാമത്തെ പറ്റി വ്യാപകമായിട്ടുള്ള പ്രചാരണമുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ പ്രചാരം വന്നതോടുകൂടി WHO പോലെയുള്ള അന്താരാഷ്ട്ര ആരോഗ്യ സംഘടനകളൊക്കെ വളരെ ശക്തമായി ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം, ഒരു യൗവനാവസ്ഥയിലെത്തിയ ഒരു പുരുഷനെ സ്ത്രീയെ സംബന്ധിച്ചോളം ഒരാഴ്ച ഏറ്റവും കുറഞ്ഞത് 150 തൊട്ട് 300 മിനിറ്റ് വ്യായാമം ചെയ്യണമെന്നും ഒരു കുട്ടിയാവട്ടെ അല്ലെങ്കിൽ ഒരു ചൈൽഡ് അവർക്ക് പറഞ്ഞത് അത് വിഗറസ് എക്സസൈസാണ് പറഞ്ഞത്. 150 മിനിറ്റ് തൊട്ട് 300 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്നു ഒരാഴ്ചത്തേക്കുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം മോഡറേറ്റ് ഇന്റൻസിറ്റി ഉള്ള വ്യായാമം ഒരു 60 മിനിറ്റോളം വേണം ചെയ്യാൻ. 60 മിനിറ്റോളം ചെയ്യാൻ പറയുന്നത്.
വയസ്സുള്ളവർക്കും ഏകദേശം ഇതിനോട് സമാനമായ അളവൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതായത് 150 മിനിറ്റ് തൊട്ട് 300 മിനിറ്റ് വരെ. അപ്പം ഇത് സൂചിപ്പിക്കുന്ന വെച്ചാൽ വ്യായാമം ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ വ്യായാമം ചെയ്യുന്ന നമ്മളിതുവരെ വ്യായാമത്തിന്റെ ഒരു നിർവചനം പറഞ്ഞു, വ്യായാമത്തിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു. വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വ്യായാമത്തിന്റെ തീവ്രതയോ തോത് നിശ്ചയിക്കാൻ ആധാരമാക്കേണ്ട ചില മാനദണ്ഡങ്ങളെ പറ്റിയും പറഞ്ഞു. അപ്പം ഒന്നുകൂടെ ഇതുവരെ പറഞ്ഞ സംഗതി പറയുകയാണെങ്കിൽ, വ്യായാമം എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരചേഷ്ടായ ചേഷ്ട, ശാരീരികമായ യാതൊരു ചേഷ്ടയാണോ സ്ഥൈര്യാർത്ഥ ബലവർദ്ധിനി, സ്ഥൈര്യത്തെ നൽകുന്നു ബലത്തെ നൽകുന്നതുമായി തീരുന്നു, അങ്ങനെയുള്ള ശാരീരിക വ്യായാമത്തിന് ശരീര വ്യായാമ സംഖ്യാത മാത്രയാതാം പ്രയോജി, അതിനെ കൃത്യമായ അളവേറാതെയും അളവ് കുറയാതെയും എന്താണോ വേണ്ടത്, അതാണ് ഈ ആയുർവേദം എല്ലാ കാര്യങ്ങളും വേണ്ടത് വേണ്ടത്ര, എന്ത് വേണം അത് എത്ര വേണം എന്ന് പരാമർശിക്കുന്നത് സംഗതിയാണ് ആയുർവേദം. പറയുന്ന ഹിതാഹിതം സുഖം ദുഃഖം ആയുസ്തസ്യ ഹിതാഹിതം മാനം ച തച്ച യത്രോക്തം ആയുർവേദ സുഖായുസിനും ദുഃഖകരമായിട്ടുള്ള ആയുസിനും ഹിതായുസിനും അഹിതായുസിനും കാരണമായിട്ടുള്ള ഉപചാരങ്ങളും ചര്യകളും എന്തൊക്കെയാണെന്നും അത് ഏതളവിൽ എത്രത്തോളം വേണമെന്നും എവിടെ പരാമർശിക്കുന്നു, ആ പരാമർശിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ആയുർവേദം എന്നാണ് ആയുർവേദം നിർവചിച്ചത്. ഹിതാഹിതം സുഖം ദുഃഖം ആയുസ്തസ്യ ഹിതാഹിതം മാനം ച തച്ച, മാനം ച അളവ് മാത്ര എന്നാണ്. എത്ര അളവിൽ ഇതൊക്കെ വേണം. ഹിതമായിട്ടുള്ള ആരോഗ്യത്തിന് എന്തൊക്കെ സേവിക്കണം, അത് എത്ര സേവിക്കണം. അഹിതമായ രോഗം എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടാകുന്നത്, എത്ര അളവിൽ സേവിച്ചാലാണ് അഹിതമായ ആയുസ് ഉണ്ടാകുന്നത്. സുഖായുസിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ്, അത് ഏതളവിൽ സേവിച്ചാണ് സുഖമായ ആയുസ് ലഭ്യമാണ്. ദുഃഖായുസിനുള്ള ഹേതുക്കൾ എന്തൊക്കെയാണ്, അത് ഏതളവിൽ സേവിക്കാനാണ് സുഖായുസായി പരിണമിക്കുക. അപ്പൊ ഈ ചർച്ച നടക്കുന്നത് എവിടെയാണോ അതെല്ലാം ആയുർവേദമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറയുന്ന ആയുർവേദത്തിൽ വ്യായാമം ചെയ്യുന്നത് എന്തൊക്കെ മാനദണ്ഡമാണെന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞു ബലത്തിനെയും സ്ഥൈര്യത്തെയും നൽകുന്ന യാതൊരു ശാരീരിക ചേഷ്ടയാണോ ഉള്ളത് അതിനെ വ്യായാമം എന്ന് പറയുന്നു. ആ വ്യായാമത്തിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞു. ലാഘവം, കർമ്മസാമർഥ്യം, ദീപ്തോക്തിർ മേധസക്ഷയ, വിഭക്ത ഘനഗാത്രത്വം, വ്യായാമാദുപചാരം. ഇത് അഷ്ടാംഗ ഹൃദയത്തിൽ നിന്നുള്ള പരാമർശമാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ പറഞ്ഞത് അപ്പം ശരീരത്തിന് ലാഘവത്തെ നൽകുന്നു, ലാഘവം കർമ്മസാമർഥ്യം പ്രവൃത്തി ചെയ്യാനുള്ള സാമർഥ്യത്തെ നൽകുന്നു, ലാഘവം ലഘുത്വത്തെ നൽകുന്നു, ശരീരത്തിന് ലാഘവത്തെ നൽകുന്നു, ലഘുത്വത്തെ നൽകുന്നു, കർമ്മസാമർഥ്യത്തെ നൽകുന്നു. ലാഘവം കർമ്മ ദീപ്തോഗ്നിർ അഗ്നിദീപ്തിയെ ദഹനശക്തിയെ ഉത്തേജിപ്പിക്കുന്നു. ദീപ്തോഗ്നിർ മേധസക്ഷയ, ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ ശമിപ്പിക്കുന്നു അല്ലെങ്കിൽ ക്രമീകരിക്കുന്നു. മേധസക്ഷയ വിഭക്ത ഘനഗാത്രത്വം, അതായത് സുവിഭക്തമായിട്ടുള്ള വേണ്ടത് വേണ്ടത്ര ചേർത്തിട്ടുള്ളത്, വേണ്ടവണ്ണം വേണ്ടവണ്ണം അളന്ന് തിട്ടപ്പെടുത്തിയുള്ള വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള പേശി വിശേഷങ്ങളോട് കൂടിയിട്ടുള്ള ശരീരത്തെ നൽകുവാൻ വ്യായാമം കൊണ്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വ്യായാമം ഏതളവിൽ ആരിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അടുത്തത് പറഞ്ഞത്. അത് സുശ്രുത സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ടുള്ള സംഗതിയാണ്. അഷ്ടാംഗത്തിലും നിശ്ചയമായിട്ടുണ്ട്. എന്നാലും പല ഗ്രന്ഥങ്ങളെ പരിചയപ്പെടാനുള്ള അവസരമായതുകൊണ്ട് ഇങ്ങനെയുള്ള പല ഗ്രന്ഥങ്ങൾ കൂടെ ഉള്ള പരാമർശങ്ങൾ ഇവിടെ സമന്വയിപ്പിച്ചാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. വയോബല ശരീരാണി ദേശകാല അശനാനിജ സമീക്ഷ്യ കുതിയാദ്യായം അന്യഥാ രോഗമാപ്യ. അപ്പൊ ഈ പറയുന്ന ബലം, വയസ്സിന്റെ ഒരു തീവ്രത, അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ WHO റെക്കമെൻഡേഷൻ നോക്കിയാൽ വയസ്സിന്റെ ഒരു പരിഗണനയോടുകൂടിയാണ് എത്ര മണിക്കൂർ ഒരാഴ്ച ചെയ്യണം എന്ന് നിർണ്ണയിക്കപ്പെട്ടു. വയോബലം, പിന്നെ അവനവന്റെ ചെയ്യാനുള്ള ശാരീരിക ബലത്തിനെ പരിഗണിക്കാം. അപ്പോൾ ദുർബലനായിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട തോതിലുള്ള വ്യായാമമല്ല ദൃഢശരീരിയായിട്ടുള്ള ഒരാൾ ചെയ്യുന്നത്. അപ്പം അത് നിലനിർത്താൻ വേണ്ടി വ്യായാമം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പൊ ബലം എത്ര മണിക്കൂർ ചെയ്യണം, ഏതളവിൽ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം രോഗിയുടെ സഹജമായ ബലം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പം വയോബല ശരീരാണ് ദേശകാലങ്ങളെയും ചുറ്റുപാടിനെയും കാലത്തിനെയും കാലാവസ്ഥയും അല്ലെങ്കിൽ ഋതുക്കളെയും ഒക്കെ പരിഗണിച്ചിട്ട് വേണം. തണുപ്പ് കാലത്ത് ചെയ്യുന്ന തോതിലുള്ള വ്യായാമം വേനൽക്കാലത്ത് ചെയ്യേണ്ടതായി വരില്ല. അതേ തോതിലാവില്ല വർഷക്കാലത്ത് വേണ്ടി വരിക. അപ്പൊ നേരത്തെ പറഞ്ഞു, ജീവൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരമല്ലേ, എല്ലാ ജീവന്റെ ശരീരവും ചുറ്റുപാടുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ചുറ്റുപാട് നടക്കുന്ന ഏതൊരു മാറ്റവും ജീവികളിലും
അതിൻ്റെതായിട്ടുള്ള തത്തുല്യമായ പ്രതിഫലനത്തെ ജനിപ്പിക്കുന്നു. അതാണ് ശരിക്കും ഇതിനെ ആയുർവേദത്തിൽ പറയുന്ന ഒരു നിലപാട് ലോകപുരുഷ സാമ്യവാദം. മാൻ ഈസ് എ മിനിയേച്ചർ ഓഫ് ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിന്റെ മറ്റൊരു സൂക്ഷ്മ പതിപ്പ് തന്നെയാണ് ജീവിതം. ഈ മനുഷ്യ ശരീരം മാത്രമല്ല, എല്ലാ ജീവശരീരവും പ്രപഞ്ചത്തിന്റെ പതിപ്പ് തന്നെയാണ്. പ്രപഞ്ചത്തിൽ എന്തൊക്കെ പ്രതിഭാസങ്ങളുണ്ടോ അതൊക്കെ ഈ ജീവശരീരത്തിലുമുണ്ട്. പ്രപഞ്ചത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവശരീരത്തിലും തത്തുല്യമായി പ്രകടമാവും എന്നുള്ളതാണ് ഈ അടിസ്ഥാന തത്വം. അത് പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായ ഒരു സംവിധാനമായിട്ടല്ല ജീവനെ കാണുന്നത്. പ്രപഞ്ചത്തിന്റെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. പ്രപഞ്ചത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ഈ ജീവജാലങ്ങളും പ്രകടമാകുന്നു എന്നുള്ള നിലപാടാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അങ്ങനെ ദേശകാലം. അപ്പൊ അതുകൊണ്ട് ഇത് വ്യായാമത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചികിത്സയുടെ കാര്യത്തിലും ആഹാരത്തിന്റെ കാര്യത്തിലായാലും തുടങ്ങി ജീവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിർദ്ധാരണം ചെയ്യുന്നതിൽ ദേശകാലങ്ങൾക്ക് വളരെയധികം പ്രാമുഖ്യമാണ്. അത് ജീവനുള്ള ശരീരത്തിലോ ഒരു രോഗിയിലോ നടത്തുന്ന ഒരു ചികിത്സാ പ്രക്രിയക്കോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണാർത്ഥമായ ഏത് പ്രക്രിയയും ഏറ്റവും പ്രധാനമായി സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ. അതായത് കാര്യം ഇതിനെ രണ്ടിനെയും മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ദേശത്തെ നിയന്ത്രിക്കാൻ പല പരിശ്രമങ്ങളൊക്കെ നടത്തി അതിലൊക്കെ പല മലകൾ ഇടിച്ചു മാറ്റുകയും കാട് വെട്ടിത്തെളിക്കുകയും ഒക്കെ ചെയ്ത് വളരെ കേടുപാടുകൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ദേശത്തെ ഒരു പരിധിയിൽ കവിഞ്ഞ് മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയുന്നതല്ല. എന്നാൽ ദേശത്തിനനുസരിച്ച് നമ്മൾ സ്വയം മാറുക മാത്രമേ നമ്മുടെ മുന്നിൽ സാധ്യമായുള്ളൂ. അതേപോലെ തന്നെയാണ് കാലത്തിന്റെ കാര്യം. കാലത്തിനെയും അല്ലെ ഋതുവിനെയും ക്ലൈമറ്റിനെയും ഒന്നും നമുക്ക് മാറ്റുവാൻ കഴിയില്ല. പക്ഷെ അതിനനുസരിച്ചിട്ട് നമുക്ക് സ്വയം നമ്മളെ സംവിധാനപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചിട്ടപ്പെടലിന്റെ ഭാഗമാണ് കാലത്തിനനുസരിച്ച് ജീവിതചര്യ ചിട്ടപ്പെടുത്തുന്ന ആ ഒരു സംവിധാനത്തിന്റെ പേരാണ് ഋതുചര്യ. അപ്പൊ ഇതിലൊക്കെ അവിഭാജ്യമായ ഒരു പ്രക്രിയയാണ് വ്യായാമം എന്നുള്ളത് ഒന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ദേശകാലങ്ങൾ, പിന്നെ അശനം. ഏതു തരം അശനമാണ്? സമ്പന്നമായ അശനം കഴിക്കുന്നവർ, അതിസമ്പൂർണത്തെ ചെയ്യുന്ന ഓവർ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർ, അണ്ടർ നറിഷ്മെന്റിന് കാരണമായ കുപോഷണജന്യമായ രോഗം. അപ്പൊ ദുർബല ശരീരമായ ഒരാൾ കഠിനമായ വ്യായാമത്തിലേക്ക് പോയാൽ അത് ശരീരക്ഷയത്തിന് കാരണമാവുകയും. അപ്പം അശനത്തിന്റെ സ്വഭാവം അനുസരിച്ച് അത്യശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണ രീതിയാണ്. അപ്പൊ അത് ആയുർവേദത്തിൽ അത് സാമാന്യമായി പറയുന്നത് വിഷമാസനം, മധ്യശനം, സമശനം എന്നൊക്കെ പറഞ്ഞു. അധ്യശനം വെച്ചാൽ അളവിൽ കൂടുതൽ കഴിക്കില്ല. വിശപ്പ് മുന്നേ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിന് മുൻപ് അടുത്ത ഭക്ഷണം കഴിക്കുന്നതിന് അധ്യശനം എന്ന് പറയും. അപ്പൊ ഇതങ്ങനെയുള്ള സംഗതികളൊക്കെ അശനത്തിന്റെ രീതി. അപ്പൊ കൂടുതലായ ആഹാരം കഴിച്ചാൽ ആ കഴിച്ച ആഹാരം കത്തിത്തീരുവാൻ അല്ലെ ദഹിച്ചു തീരുവാൻ പറ്റുന്ന തോതിലുള്ള വ്യായാമം നമ്മൾ ഏർപ്പെട്ടേ പറ്റൂ. എന്നാൽ മിതഭോജിയായ ഒരു അമിതഭോജിയെ അമിതമായ തോതിൽ ഭക്ഷണം കഴിക്കുന്ന ആളുടെ അതേ തോതിൽ വ്യായാമം ചെയ്യേണ്ടതില്ല തന്നെ. അതാണ് അശനാനിജ സമീക്ഷ്യ കുര്യാദ് വ്യായാമം. ഇതിനൊക്കെ പരിഗണിച്ചിട്ടുകൊണ്ട് വേണം വ്യായാമം ചെയ്യാൻ. അന്യത രോഗമാപ്നുയത്. അങ്ങനെ അല്ലെങ്കിലോ വ്യായാമത്തിന് രോഗത്തിന് കാരണമായി തീരും എന്നൊന്നും. അപ്പൊ വ്യായാമം ഈ പറഞ്ഞോട്ടെ അതിനെ പറ്റിയിട്ടുള്ള ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു മെറ്റഫോർ അല്ലെങ്കിൽ ഒരു സിമിലി, ഒരു ഇല്ലസ്ട്രേഷൻ പറയുന്നുണ്ട് അഷ്ടാംഗത്തിൽ. അതിങ്ങനെയാണ്: ഒരു സിംഹത്തെ ആനയെ വലിച്ചു പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന സിംഹത്തെ പോലെയാകും ഏത് ശക്തിക്കനുസരിച്ചല്ലാത്ത വ്യായാമത്തിന് മുതിരുന്നവന്റെ സ്ഥിതി എന്നാണ് ഉദാഹരണം പറയുന്നത്. വ്യായാമ ജാഗര സ്ത്രീ ഭാഷ്യ ഹാസ്യാദി സാഹസം ഗജം സിംഹമിവാകർഷൻ ഭജന്നതി വിനശ്യതി. വ്യായാമ ജാഗര അധ്വസ്ത്രീ. വ്യായാമം ജാഗരം ഉറക്കമിളയ്ക്കുന്ന വ്യായാമം ചെയ്യുന്നവൻ അവനവന്റെ ശക്തിക്കൊത്ത് അല്ലെ ശക്തിയെ അതിക്രമിക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്യുന്നവൻ വ്യായാമ ജാഗരം ഉറക്കമിളയ്ക്കുന്ന. ഉറക്കം നേരത്തെ പറഞ്ഞു ശരീരത്തിന്റെ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപസ്തംഭങ്ങളായി പറഞ്ഞ ആഹാര, നിദ്ര, ബ്രാഹ്മണ. അക്കാര്യം പകൽ സമയത്ത് നമ്മൾ ചെയ്ത ശാരീരിക പ്രക്രിയയുടെ ഭാഗമായിട്ടുണ്ടായ ശാരീരിക ഘടകങ്ങളുടെ കേടുപാടുകൾ തീർക്കുവാനായി പ്രകൃതി തന്നെ സ്വാഭാവികമായി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റീപ്ലനിഷ്മെന്റ്. ഓരോ കോശങ്ങൾക്കുണ്ടായിട്ടുള്ള ക്ഷതത്തെ പരിഹരിക്കുവാൻ വേണ്ടി പ്രപഞ്ചം തന്നെ സ്വാഭാവികമായി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ചിട്ടയാണ് നിദ്ര. അപ്പൊ നല്ല നിദ്ര
സ്വാഭാവികമായിട്ടുള്ള ക്ഷീണത്തെ മാറ്റി നല്ല നിദ്രയുടെ ലക്ഷണവും അത് തന്നെയാണ്. ഉറങ്ങി എഴുന്നേറ്റാൽ ഉണർവ് തോന്നുന്ന രീതിയിൽ ഉറങ്ങണം. അപ്പൊ അങ്ങനെ നല്ല ഡീപ്പ് സ്ലീപ്പ് അല്ലെ ഗാഠനിദ്ര എന്ന് പറയും, സുഷുപ്തി എന്നൊക്കെ പറയുന്നത്. സ്വപ്നം പോലും ഇല്ലാതെ, സ്വപ്നം പോലും വരാതെ, സ്വപ്നം ശരിക്കും പറഞ്ഞാൽ സ്വപ്നം, ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് ആയുർവേദം പറയുന്നത് മനസ്സടക്കം ഇല്ലാതെ വരുന്നു. അപ്പൊ ശരീരം അടങ്ങി, ശരീരം വിശ്രമിക്കുന്നു, ശരീരം വിശ്രമിച്ചിരിക്കുന്നെങ്കിലും മനസ്സ് അപ്പോഴും അടങ്ങിയിട്ടില്ല. അപ്പൊ മനസ്സിന്റെ വ്യാപാരം കൊണ്ടാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആശയമാണ് അതിനകത്തുള്ളത്. അപ്പൊ മനസ്സും അടങ്ങിക്കഴിഞ്ഞാൽ ഗാഠനിദ്രയിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ഗാഠനിദ്രയിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള ഗാഠനിദ്ര ശരിക്കും ശരീരത്തിന് ഒരു പുനരുജ്ജീവനം, ഏറ്റവും ശരീരധാതുക്കൾക്ക്, ശരീരത്തിലെ കോശങ്ങൾക്കും ധാതുക്കൾക്കും അംശങ്ങൾക്കും പകൽ നേരത്തുണ്ടായ ക്ഷതവും കേടുപാടുകളും തീർത്ത് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ഏറ്റവും ചിലവ് തീരെയില്ലാത്ത സ്വാഭാവികമായ പ്രക്രിയയാണ് നിദ്ര. അപ്പൊ ആ നിദ്രയോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വ്യായാമം. അപ്പം അപ്പം ഉറക്കമിളച്ചു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന ഈ പറഞ്ഞ കേടുപാടുകൾ തീർക്കൽ എന്നുള്ള പ്രക്രിയ ഇല്ലാതാവും. വ്യായാമ ജാഗര അധ്വഗമനം. അധ്വഗമനം വെച്ചാൽ വഴി നടക്കുക. അന്ന് ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച കാലത്ത് ഈ ഗതാഗതത്തിനുള്ള സൗകര്യങ്ങളൊക്കെ വളരെ ചുരുക്കമായിരുന്നു. കുതിരയും ആനയും അല്ലെങ്കിൽ രഥങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ വളരെ സമ്പന്നന്മാർക്ക് മാത്രം സാധ്യമായ ഒരു സംഗതിയായിരുന്നു. എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വഴി നടക്കുക തന്നെ മാത്രം. അപ്പൊ വഴി അമ്പലങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരു 60 വയസ്സിന് മേൽ പഴക്കമുള്ള നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ആൾക്കാർക്കും ഓർമ്മയുള്ളതായിരിക്കും. വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നു. വഴിയാത്രക്കാര് വിശ്രമിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു. ഈ കാളയിലൊക്കെ പോകുന്നവര് കാളയെ കൊണ്ട് അവിടെ വെച്ച് കെട്ടുകയും അവിടെ വെച്ച് മാറുകയും ഒക്കെ ചെയ്തായി. അപ്പൊ വളരെ ഒരു 50 വർഷം മുന്നേ ഉള്ള സാഹചര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ചില പ്രദേശങ്ങൾ തന്നെയുണ്ട് വഴിയമ്പലങ്ങളും കളിത്തട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിശ്രമം നടന്ന് ദൂരം നടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്രമിക്കാൻ ഇടവേളകൾ വേണ്ടിയിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണ്ടിയിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു വഴിയമ്പലങ്ങൾ. അപ്പൊ അങ്ങനെ വ്യായാമ ജാഗര സ്ത്രീ, അമിതമായ സ്ത്രീ സേവ ചെയ്യുന്നവൻ, അപ്പം വ്യായാമം അധികമായി ചെയ്യുന്നവൻ, അധികമായി ഉറക്കമിളക്കുന്നവൻ, വ്യായാമ ജാഗരം അധ്വഗമനം അധികമായി നടക്കുന്ന വഴി നടത്തം നിരന്തരം ചെയ്യുന്ന ഒരാൾ വ്യായാമ ജാഗര സ്ത്രീ സേവ അധികമായി ഏർപ്പെടുന്നവൻ, വ്യായാമ ജാഗര അധ്വസ്ത്രീ ഭാഷ്യഹാസ്യാദി സാഹസം, അമിതമായ പ്രഭാഷണം നടത്തും. എനിക്ക് തോന്നുന്നു ഈ ഓൺലൈനായും അല്ലെങ്കിലും ഒക്കെ അമിതമായ പ്രഭാഷണം ചെയ്യുന്നവരും ദീർഘകാലത്തിൽ വേണ്ട പരിരക്ഷയൊന്നും നേടിയില്ലെങ്കിൽ ശരീരത്തിന്റെ ക്ഷയത്തിന് കാരണമായിട്ട്. സാറേ ഇതിനകത്ത് ഒരു ഇംഗ്ലീഷിൽ പറയാന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിരിക്കുന്നു. മലയാളത്തിൽ തന്നെയല്ലേ പറയേണ്ടത്? അല്ല കുഴപ്പമില്ല, മലയാളം തന്നെ. അത് അറിയാതെ ആ വന്നു. ഇംഗ്ലീഷ് കയറി ആ മാറ്റി കയറി എത്തോളൂ. ശരി. അപ്പം വ്യായാമ ജാഗര അധ്വസ്ത്രീ ഹാസ്യാദി സാഹസം. ഇതിനെയെല്ലാം ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ക്രമത്തിൽ അധികമായി ചെയ്താൽ അതിന്റെ സാഹസം എന്നാ പറഞ്ഞു. നേരത്തെ പറഞ്ഞു വ്യായാമം അധികമായി ചെയ്താൽ സാഹസമാണ്. ഉറക്കമിളപ്പ്, രാത്രിയിൽ ഉറങ്ങേണ്ടതിന് ഉറക്കമിളച്ച് നിൽക്കുന്നത്, അത് സാഹസമാവുന്നു. വഴിനടപ്പ് അധികമാകുന്നത് സാഹസമാവുന്നു. വ്യായാമ ജാഗര അധ്വഗമനം, സ്ത്രീ സേവ അധികമായാൽ അത് സാഹസമാണ്. വ്യായാമ ജാഗര അധ്വസ്തി ഭാഷണം, അമിത ഭാഷണം ചെയ്താൽ അത് സാഹസമാണ്. ഹാസ്യം, അമിതമായി ചിരിച്ചു കഴിഞ്ഞാലും, വല്ലാണ്ടായി കഴിഞ്ഞാലും അതും സാഹസമാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നവന്റെ ഗതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുമ്പിക്കൈ കൊണ്ട് ആനയെ വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന സിംഹത്തിന്റെ ഗതിയാവുന്ന. അപ്പൊ ഇതിനകത്തൊരു ഈ ഈ ഒരു ഉദാഹരണത്തിൽ വളരെ വലിയ ഒരു ആശയം കൂടിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഗജം സിംഹം ഗജം ഇവാകർഷൻ, ഗജമാകർഷൻ സിംഹം ഇവ. ഗജത്തെ ആനയെ തുമ്പിക്കൈ കൊണ്ട് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന ഗജം സിംഹം സിംഹം ഗജം ആകർഷൻ സിംഹം ഗജം ആകർഷൻ സിംഹം ഗജത്തെ, ആനയെ വലിച്ചുകൊണ്ട് പോകാൻ തുമ്പിക്കൈ കൊണ്ട് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സിംഹത്തെ പോലെ. ഒരു ചതിവ് അല്ലെ അപകടം എന്ന് പറഞ്ഞാൽ ഈ സിംഹത്തിന് തന്നെ ആനയെ മെരുക്കാനും വരുതിയിലാക്കാനും കീഴ്പ്പെടുത്താനും സാധിക്കും. സാധാരണ ഈ സിംഹം ആനയുടെ മസ്തകത്തിൽ ചാടി അടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മസ്തകത്തിൽ അതിന്റെ മർമ്മസ്ഥാനത്ത് അതിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ, ക്ഷതം വരുത്തി കഴിഞ്ഞാൽ അതിനെ കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷേ എന്നാൽ ഈ തുമ്പിക്കൈയിൽ കടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആനയെ അതിനെ ചവിട്ടി പരുവക്കേടാക്കുകയുള്ളൂ. അപ്പം സിംഹം ഗജം ഇവാകർഷൻ, ഗജമാകർഷൻ സിംഹം, ഗജത്തിനെ ആകർഷിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകാൻ പോകുന്ന സിംഹത്തെ പോലെ ഭജന്നതി വിനശതി. ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ, അതായത് വ്യായാമം, ജാഗരണം,
സ്ത്രീസേവ, അധ്വഗമനം, ആഷ്യം, സാഹസം തുടങ്ങിയ 6 കാര്യങ്ങളെ ക്രമാതീതമായി അവനവന്റെ ക്ഷമതയ്ക്ക് അധികരിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആനയെ വലിച്ചുകൊണ്ട് പോകാൻ പോകുന്ന സിംഹത്തിന്റെ ഗതി എന്ന പോലെ അവൻ സ്വയം നാശത്തിലേക്ക് പതിക്കും എന്നുള്ളതാണ് ആ ഉദാഹരണം. അപ്പം അത് എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അധികമായ വ്യായാമം ചെയ്യാനുണ്ടാവുന്ന ചില രോഗങ്ങളുടെ സാഹചര്യമൊക്കെ പറയുന്നു. തൃഷ്ണാക്ഷയപ്രഥമക, രക്തപിത്തം, ഭ്രമക്ലമഃ, രക്തപിത്തം, അതിവ്യായാമതക്കാസോ, ജ്വര, ഛർദിശ്ചായ. ഇതിനകത്തുള്ള പല പേര് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. തൃഷ്ണ, വെള്ളദാഹം ഉണ്ടാകുന്നു. ലളിതമായിട്ടുള്ള അമിത വ്യായാമം കൊണ്ട് ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ വരുന്ന ഒരു സംഗതിയാണ്. അപ്പം വ്യായാമം അധികമായി കഴിഞ്ഞാൽ ശരീരത്തിലുള്ള സൗമ്യാംശങ്ങൾ, ദ്രവാംശമൊക്കെ ശുഷ്കിച്ചു തുടങ്ങും. അപ്പൊ ശരീരം ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. എന്റെ ശരീരത്തിലുള്ള ഉള്ളിലുള്ള ദ്രവാംശമൊക്കെ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ദ്രവാംശം നിറയ്ക്കപ്പെടണം. ആ നിറയ്ക്കപ്പെടേണ്ട ആ ദ്രവാംശത്തിന്റെ സന്ദേശമാണ് തൃഷ്ണ, അല്ലെ വെള്ളദാഹം. തൃഷ്ണാക്ഷയ, ശരീരത്തിന്റെ ക്ഷയം, ശരീരത്തിന്റെ ദൗർബല്യം, ശരീരത്തിന്റെ ശോഷം. തൃഷ്ണാക്ഷയ പ്രഥമ, ശ്വാസമുട്ടിന്റെ ഒരു ബ്രെത്ത്ലെസ്നെസ് ഓർ ഡിഫിക്കൽട്ടി ഇൻ ബ്രെത്ത്, അതിനകത്ത് തമക ശ്വാസം. തൃഷ്ണാക്ഷയ പ്രഥമ. രക്തപിത്തം, ബ്ലീഡിങ് ടെൻഡൻസീസ് ഒക്കെ വരാം. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാപ്പിലറി റപ്ചറും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് പ്രഷർ കൂടുകയും ഓവർ എക്സസൈസ് ആയി കഴിഞ്ഞാൽ വരാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ബ്ലീഡിങ് ടെൻഡൻസീസ് അല്ല ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളവരാണ് വളരെ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പം തൃഷ്ണാക്ഷയ പ്രഥമ, രക്തപിത്തം, ഭ്രമക്ലമഃ, ബോധക്ഷയവും. പിന്നെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ക്ലമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ കർമ്മകരണ സാമർഥ്യമില്ലായ്മയാണ്. അതായത് കണ്ണും ചെവിയും മൂക്കും നാവും ത്വക്കും ഒക്കെ അതിൻ്റെതായുള്ള വിഷയങ്ങൾ, അതിൻ്റെതായിട്ടുള്ള സ്പർശത്തെയും ഗന്ധത്തെയും രുചിയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ക്ലമമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. തൃഷ്ണാക്ഷയ പ്രഥമക, രക്തപിത്തം, ഭ്രമക്ലമഃ, അതിവ്യായാമത, അധികമായി വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ കാസം, ചുമയും, അതിവ്യായാമത കാസോ, ജ്വര, ഛർദിശ്ചായ, പനിയും ഛർദിയും ഒക്കെ വരാം. അപ്പൊ ഇതൊക്കെയാണ് വ്യായാമം അധികരിച്ച് ചെയ്തു കഴിഞ്ഞാൽ വരാൻ പറ്റുന്ന താത്കാലികമായ സന്ദർഭം. അത് ഗുരുതരമായി തുടർന്നു കഴിഞ്ഞാൽ ക്ഷയം പോലെ ശരീരം ശോഷിപ്പ് വന്ന് ആത്യന്തികമായ ഗുരുതരമായ രോഗാവസ്ഥയിലേക്കൊക്കെ പുരോഗമിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത്, അപ്പൊ ഇത് അധികമാവാതെയും കുറഞ്ഞ തോതിലാവാതെയും പര്യാപ്തമായ അളവിൽ വ്യായാമമായി എങ്ങനെ നിർണ്ണയിക്കും? അപ്പം അവിടെയാണ് അർദ്ധശക്തി വ്യായാമത്തിന്റെ പ്രസക്തിയെ പറ്റി പറയുന്നത്. അവനവന്റെ മൊത്തം പരമാവധി ശക്തിയുടെ പകുതി ശക്തിയോടുകൂടി വ്യായാമം ചെയ്യാനാണ് അർദ്ധശക്തിയാ നിഷേവ്യസ്തു ബലിബി. അതും അഷ്ടാംഗത്തിൽ പറയുന്ന ഒരു പരാമർശം. അർദ്ധശക്തിയാ നിഷേവ്യസ്തു, നിഷേവണം ചെയ്യുക എന്നാണ്. അർദ്ധശക്തി അവനവന് എത്ര ക്ഷമതയുണ്ടോ ആ ക്ഷമതയുടെ പകുതിക്ക് വേണ്ടി പകുതി ബലത്തിന്, അവനവന്റെ പകുതി ബലത്തിന് വ്യായാമം ചെയ്താൽ മതിയാകും. ദാറ്റ് വുഡ് ബി സഫിഷ്യന്റ്. നമുക്ക് പര്യാപ്തമായ ബലം അവനവന്റെ പൂർണ്ണശക്തിയുടെ പകുതി അളവിൽ, പകുതി എന്ന തോതിൽ വ്യായാമം ചെയ്താൽ തന്നെ മതിയാകും. അർദ്ധശക്തിയാ നിഷേവ്യസ്തു. അതും എല്ലായ്പ്പോഴും അങ്ങനെ അല്ല പറഞ്ഞത്. ബലിബിഹി, ബലവാനായിട്ടുള്ളവന്റെ കാര്യമാണ്. പരമബലവാനായിട്ടുള്ളവൻ പോലും അവനവന്റെ യഥാർത്ഥ ശക്തിയുടെ പകുതി അളവിൽ വ്യായാമം ചെയ്താൽ മതിയാവും. അർദ്ധശക്തിയാ നിഷേവസ്തു ബലിബി സ്നിഗ്ധ ഭോജിബിഹി. മാത്രമല്ല വളരെ അങ്ഷ്യസ് ആയിട്ടുള്ള മെഴുക്കും കൊഴുപ്പുമേറിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു ശീലിച്ചിട്ടുള്ളവർക്കാണ് ഇത് പറഞ്ഞേക്കുന്നത്. അർദ്ധശക്തിയാ നിഷേവസ്തു ബലിബി സ്നിഗ്ധ ഭോജിബി. ശീതകാലേ, തണുപ്പ് കാലത്തും ഈ പറഞ്ഞ പരമാവധി തോത്. അപ്പം ഒരു ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോഗ്യ സംരക്ഷണത്തിന്, ഒരു ബോഡി ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് കോമ്പറ്റീഷനോ വേണ്ടിയിട്ടുള്ള രീതിയിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു വ്യായാമം ചെയ്യുമ്പോൾ അവനവന്റെ യഥാർത്ഥ ക്ഷമതയുടെ അർദ്ധ അളവിൽ, പകുതി എന്നുള്ള അളവിൽ വ്യായാമം ചെയ്താൽ മതിയാവും. അതുപോലും ചെയ്യേണ്ടത് നല്ല ബലമുള്ളവനും നല്ല സ്നിഗ്ധമായ വളരെ പോഷകസമ്പന്നമായ ആഹാരം കഴിക്കുന്നവനും മാത്രമല്ല തണുപ്പ് കാലത്തുമാണ് ഇങ്ങനെ പറഞ്ഞത്. ബലിബി സ്നിഗ്ധ ഭോജിബി. ശീതകാലേ വസന്തകാലത്തും, അതായത് പൂക്കളൊക്കെ വരികയും ഫലങ്ങളൊക്കെ പൂത്തു തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പം അത് വസന്തകാലം, അതും ചെറിയ ഉഷ്ണമുള്ള കാലമാണ്. അവിടെയും ഒക്കെ പക്ഷെ ശരീരത്തിന് ബലം കിട്ടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ആ കാലത്ത്, ശീതകാലത്തും വസന്തകാലത്തിലും അർദ്ധശക്തിയിൽ വ്യായാമം ചെയ്യാം. ബലവാനായിട്ടുള്ള അർദ്ധശക്തിയിൽ വ്യായാമം ചെയ്യാം. സ്നിഗ്ധാഹാരങ്ങൾ, അതായത് എണ്ണയും മെഴുക്കുമുള്ള കൊഴുപ്പേറിയ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നവനും അവനവന്റെ ശക്തിയുടെ പരമാവധിയുടെ പകുതിക്കെന്ന തോതിൽ വ്യായാമം ചെയ്യാം. വലിയ സ്നിഗ്ധ ശീതകാലേ വസന്തേജ മന്ദമേവ തതോന്യത. ഇനി അതല്ലാത്ത കാലത്ത് ബലം കുറവുള്ളവൻ ഈ തോതിൽ ചെയ്യേണ്ട കാര്യമില്ല.
ഇനി സ്നിഗ്ധാഹാരം കഴിക്കാത്തവനാണെങ്കിൽ, അതായത് കൊഴുപ്പുള്ള ആഹാരങ്ങൾ, മെഴുക്കേറിയ ആഹാരങ്ങളൊന്നും അധികം കഴിക്കാത്തവനാണെങ്കിൽ ഈ തോതിൽ വ്യായാമം ചെയ്യേണ്ടതില്ല. ഗ്രീഷ്മകാലത്തോ വർഷകാലത്തോ ഈ പറയപ്പെടുന്ന അർദ്ധശക്തി ആഹ്, തോതിൽ വ്യായാമം ചെയ്യേണ്ടതില്ല. അപ്പം വ്യായാമം ചെയ്യേണ്ടതിന് നേരത്തെ പറഞ്ഞ കാലം, ഋതുവിന്റെ ഒക്കെ ഒരു പരിഗണന വളരെ പ്രധാനമാണ്. പിന്നെ മാത്രം ഇത് ഈ സാങ്കേതികമായി ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ എന്താണ് ഈ അർദ്ധശക്തി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം തീരുന്നു, അതിനുള്ളിൽ തീർക്കാമെന്ന് പറയുന്നു. അതായത് അർദ്ധശക്തിയുടെ ലക്ഷണങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അത് ശ്വേതാഗമഹ, വേർപ്പ് വന്നു തുടങ്ങുന്നു. ശ്വേതാഗമഹ, ശ്വാസരോധ, ഈ ശ്വാസം മുട്ടാൻ, ഡിസ്ട്രസ്, ശ്വാസം എടുക്കാനുള്ള കിതപ്പ് വന്നു തുടങ്ങുന്നു. ശ്വേതാഗമ ശ്വാസരോധ, ഗാത്രാണം ലാഘവം തഥാ, ഈ അംഗങ്ങൾക്കൊക്കെ ഒരു ലഘുത്വം വന്നിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തളർച്ചയും ഹെവിനെസ്സും ഒക്കെ മാറി ഒരു ലൈറ്റ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങുന്നു. പിന്നെ എന്താ പറയുന്നത്, ഹൃദയാദ്യുപരോധശ, പിന്നെ ഒരു ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് ഒരു 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 തടസ്സം പോലെ. തടസ്സം വെച്ചാൽ രോഗാവസ്ഥയല്ല കേട്ടോ, നമുക്ക് കുറച്ച് വ്യായാമം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു കിതപ്പേറി വരുമല്ലോ. ശ്വാസം എടുക്കാൻ ഇച്ചിരി ശ്വാസത്തിന്റെ ഗതി കൂടുന്നു, വ്യായാമം കൂടുന്നതോളം ശ്വാസഗതി കൂടുന്നു. ആ ശ്വാസഗതി കൂടുന്നതനുസരിച്ച് ഹൃദയമിടിപ്പും കൂടുന്നു. ഹൃദയമിടിപ്പ് കൂടി ഒരു 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 കുറെ കൂടെ ശക്തിമാവുന്ന, അതാ ഹൃദയാദ്യുപരോധശ്ച തദ് വ്യായാമ ലക്ഷണം, അത് വ്യായാമത്തിന്റെ ലക്ഷണമാണ്. പിന്നെ മാത്രമല്ല വേറെ ലക്ഷണം കൂടെ പറയുന്നത്, ലലാടദേശേനാസായാം, നെറ്റിപ്പുറത്തും നാസായാം, മൂക്കിന്റെ ഭാഗത്ത്, മൂക്കിന്റെ ഒക്കെ പുറമെ, ലലാടദേശേനാസായാം ഗാത്രസന്ധിഷു കക്ഷയോഹോ, ശരീരത്തിന്റെ മടക്കുകളിലൊക്കെയും കക്ഷത്തിലുമൊക്കെ വേർപ്പ് വന്നു തുടങ്ങുന്നു. ഗാത്ര സന്ധിഷു കക്ഷയോഹോ, സ്വേദസ സംഭവം സ്വേദസംഭവസ്തേന, വേർപ്പ് വന്നു തുടങ്ങുന്നു. തേന ബലാർത്ഥം തമാദിശി, അതിനെ ബലാർത്ഥമായി കണക്കാക്കുക. അതായത് വ്യായാമം ചെയ്യുന്ന വേളയിൽ നെറ്റിയിലും മൂക്കിന്റെ തുമ്പത്തും ശരീരത്തിലെ മടക്കുകളിലും കക്ഷത്തിലും മറ്റുമൊക്കെ വേർപ്പിന്റെ ആഗമനം എന്തിന്റെ സൂചനയാണ്? നിങ്ങൾ ഉദ്ദേശിച്ച വ്യായാമത്തിന്റെ നിലയെത്തി. അത് കഴിഞ്ഞിട്ടോ, തം കൃത്വാനുസുഖം ദേഹം മർദ്ദയേച്ച സമം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്ന് വിശ്രമിക്കുക, അത് ശരീരത്തെ ഒന്ന് ചെറുതായിട്ട് തലോടുക. അപ്പം ഈ തലോടൽ ഈ പറഞ്ഞോട്ട് രണ്ട് കാര്യങ്ങളെ ചെയ്യും. ഒന്ന്, ഈ പറഞ്ഞോട്ട് രക്തഓട്ടത്തിനെ കുറെ കൂടെ ഒന്ന് മെച്ചപ്പെടുത്തുന്നു. മാത്രമല്ല ഈ പറയപ്പെടുന്ന ആ തലോടൽ ഈ പറഞ്ഞിട്ടൊരു സെൻസ് ഓഫ് വെൽബീങ്ങിനെ നമുക്ക് നൽകും. സെറട്ടോണിൻ, എൻഡോർഫിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണൽ സെക്രീഷൻസ് തോതിനെ കൂട്ടുകയും എല്ലാം കഴിയുമ്പോൾ ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെന്റും സെൻസ് ഓഫ് വെൽബീയിങ്ങിനെയും ജനറേറ്റ് ചെയ്യാൻ അതിന് കഴിയുന്നു. മാത്രമല്ല ഇത് ഉപസംഹരിക്കുന്ന ഒറ്റ കാര്യം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. സ്ഥൈര്യകരമായിട്ടുള്ള ഭാവങ്ങളിൽ ഏറ്റവും അഗ്ര്യമായി വ്യായാമത്തെ പറയുന്നു. അയഥാബലം ആരംഭത്തിന്, പ്രാണോപരാധത്തിന്, പ്രാണനെ ഇല്ലാതാക്കുന്ന സംഗതിയിൽ ഏറ്റവും അഗ്ര്യമായി പറയും. നോക്കി പറഞ്ഞ വ്യായാമം സ്ഥൈര്യത്തെ നൽകുന്ന ഏറ്റവും അഗ്ര്യമായ സംഗതിയായി പറയുന്ന ചരകാചാര്യൻ തന്നെ അയഥാബലാരംഭം, അവനവന്റെ ശക്തിക്കൊത്തതല്ലാത്ത രീതിയിൽ വ്യായാമത്തിൽ ഏർപ്പെടുന്നത് ശരീരനാശത്തിനുള്ള ഏറ്റവും ശക്തമായ കാര്യമായി പറയുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാനൊരു വളരെ ധൃതി വെച്ച വേഗത്തിലാണ് പോയെന്ന് തോന്നുന്നു. ഒരു 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 പോസ് എടുക്കാതെ എനിക്ക് തോന്നുന്ന സമയത്തിനുള്ളിൽ പറഞ്ഞെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. കാര്യം കുറച്ചധികം ഞാൻ ഇത്രയും അധികം പറയേണ്ടി വരുമെന്ന് വിചാരിച്ചതുമില്ല. കാര്യം ഇങ്ങനെ ഇതിനെ പറ്റിയുള്ള സംഗതികൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ വളരെ വിപുലമായ ഇനിയും പറയാൻ സംഗതികൾ കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്ക് ഇനി ചുരുക്കാൻ വേറെ ദിവസം ചെയ്യാം സാർ, തുടരാം. നമുക്ക് ഇനിയും വേണ്ട ദിവസം വെക്കാം. ഇവ പറഞ്ഞ പോലെ അർത്ഥശക്തി വ്യായാമം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ഇനി ഒരു ദിവസം ബാക്കി പറയാം. വളരെ രസകരമായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ ഉന്നയിക്കാം. ശരിക്കും ഇതിനകത്ത് ഹനുമാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മോഡറേഷൻ ഇൻ എവരിത്തിങ്. നമ്മൾ യുക്താഹാര വിഹാരസ്യ യുക്തശേഷം സ്വപ്ന എന്ന് പറഞ്ഞ പോലെ അതെ 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 ഇതിനകത്ത് മിതത്വം പാലിക്കാൻ ഡോക്ടർ സാമുൽ ഹനുമാൻ പറഞ്ഞത്. അതുപോലെ തന്നെ വേറെ വ്യത്യസ്തമായ അഡ്വൈസുകൾ നൽകുന്നുണ്ട്. ദോസ് ഹു ആർ എൻഗേജ് ഇൻ ബ്രെയിൻ വർക്ക് മസ്റ്റ് വർക്ക് മോർ ദാൻ ദർ യൂഷ്വൽ കസ്റ്റം. കൂടുതൽ തലച്ചോറുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ നടക്കാൻ പറയുന്നുണ്ട്. അതെ 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 അതെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു യൂറോപ്യൻ പശ്ചാത്തലത്തിലാണ് ആലോചിക്കണം. അവര് സാർ നേരത്തെ പറഞ്ഞ പോലെ വളരെ മെക്കാനിക്കൽ ആൻഡ് മെറ്റീരിയൽ മൈൻഡ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് വളരെ ഫിലോസഫിക്കലായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതുണ്ടല്ലോ സൂത്ര രീതി പറഞ്ഞല്ലോ, എല്ലാം ഈ കവിതാ രൂപത്തിലാണല്ലോ. അപ്പോ ഓർഗണോൺ മെഡിസിൻ എന്ന പുസ്തകം നോക്കി കഴിഞ്ഞാൽ ചതുസൂത്രിയാണെന്ന് തോന്നുന്നു. ആദ്യത്തെ 4 അഫോറിസംസ് ഉണ്ട്. വിഷയം, പ്രമാണം, അനുബന്ധം, അധികാരി. ഈ അതെ 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 4 അതെ അതെ ഈ അതെ രീതിയിലാണ് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓർഗണോൺ മെഡിസിന്റെ റൈറ്റിംഗ് അങ്ങനെയാണ്. ആദ്യത്തെ 4 അഫോറിസം വിഷയം, അതെ പ്രമാണം, അനുബന്ധം, അധികാരി. അതെ അതെ ഈ രീതിയിൽ തന്നെയാണ്, പൂർണ്ണമായിട്ടും ഫിലോസഫിക്കലാണ്. പക്ഷേ
അത് അങ്ങനെയും കാണാം. ഈ പറഞ്ഞ കണക്ക് ഓരോ തരത്തിൽ നിന്ന് ഓരോന്നിട്ട് കാണും. പെരുന്തച്ഛന്റെ കുളം ആ, പോലെയാണ് ശരിക്കും പറഞ്ഞ അതെ അതെ ഹോമിയോപ്പതിയുടെ ഫിലോസഫി. അതെ എന്തെങ്കിലും സംശയങ്ങൾ ദയവായിട്ട് ചോദിക്കുക. ഒരു 5 മിനിറ്റ് സമയം ബാക്കിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് വളരെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിലൂടെ രാവിലെ നടന്നു പോയി കഴിഞ്ഞാൽ കാണാം ആളുകൾ കാണിക്കുന്ന കസർത്ത്. കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞ പോലെ വെട്ടും തടയും വടിയും പയറ്റുന്നു എന്നൊരു വാക്കുണ്ട്. ഈ അതെ 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 എണീച്ചെടുക്കാൻ വയ്യാത്തവരും 90 100 കിലോ ഉള്ളവരും ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ എക്സസൈസ് ചെയ്ത് ഹൃദയാഘാതം വന്നു. ഇപ്പൊ എന്താണ് ചോദിച്ചത്, സാർ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ വയസ്സ്, ബലം, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ശരീരം, കാലം, ദേശം, ഇതൊന്നും നോക്കാതെ ഡോക്ടർ അഡ്വൈസ്, നിങ്ങൾ ശ്വാസം പിടിച്ച് നടക്കണം, ഒരു കിലോമീറ്റർ 11 മിനിറ്റ് 1 മിനിറ്റ് നടക്കണം, വിയർക്കണം, അവസാനം വിയർത്ത് ICUവിലാകുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് വളരെ ശക്തമായിട്ട് ഇടപെടേണ്ട സമയം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ വളരെ അപകടങ്ങൾ, അടുത്ത ആൾ ജിമ്മിൽ കുഴഞ്ഞു വീട് മരണം ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ തീർച്ചയായും കണക്കാണ് ഓരോരുത്തരുടെ ശരീരത്തിനും ഈ ദഹനത്തിനും ഒത്ത ആഹാരം എല്ലാവരും കഴിക്കുന്നത്. അതെ 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 അപ്പൊ അവിടെ എല്ലാം തന്നെ ലോജിക്ക് എവിടെയോ ഈ പറഞ്ഞ അപ്രത്യക്ഷമായെന്ന് തോന്നുന്നു. മറിയാമ്മ ഡോക്ടർ സംസാരിക്കാമോ? ഞാനൊരു സംശയം ചോദിക്കട്ടെ. രോഗികൾ വന്ന് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് വീട്ടിൽ നല്ല അധ്വാനമുണ്ട്, നല്ല ജോലിയുണ്ട്, അങ്ങനെയുള്ളപ്പം അതിന് വേറെ ഒരു നടപ്പിന്റെ ആവശ്യമുണ്ടോ? അതിനെ കുറിച്ചൊന്ന് പറയാം. ഡോക്ടറെ, ഞാൻ എന്നോടല്ലയോ ചോദ്യം? അതെ 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 ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ആയുർവേദത്തിന്റെ ഇതിനെ പറ്റിയുള്ള സമീപനം എന്ന് വെച്ചാൽ ഏതൊരു പ്രവൃത്തിയും പരിപൂർണമാകുന്നത് അതിനകത്ത് മനസ്സിന്റെ സമ്പർക്കം ഉണ്ടാകും. ഇന്ദ്രിയേണ ഇന്ദ്രിയാർത്ഥം മനസ്കേന ഗൃഹ്യതേ. അതായത് നമ്മളുടെ ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച ഭക്ഷണത്തെ പറ്റി പൂർണ്ണമായ മനസ്സോടുകൂടി അത് കഴിക്കുമ്പോഴാണ് കഴിച്ചതിന്റെ പൂർണ്ണത കിട്ടുക. അതേപോലെ തന്നെ ഈ ചെയ്യുന്ന വ്യായാമം ശരീരത്തിന് അയവ് കിട്ടുന്നുണ്ട്, മൂവ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മെന്റലി അതിൽ ഫോക്കസ്ഡ് അല്ല. മാത്രമല്ല അത് ആകാംക്ഷയോടുകൂടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. വ്യായാമത്തിന് വേണ്ടി ഒരു പ്രത്യേക നിശ്ചിതമായ സമയം നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളെ മാറ്റി നിർത്തുകയും നമ്മുടെ ചിന്ത മുഴുവൻ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ പറ്റി അതിനെ പറ്റിയുള്ള കൃത്യമായി പറഞ്ഞാൽ അവയർനെസ്സോട് കൂടിയിട്ടുള്ള പ്രവർത്തികൾക്ക് മാത്രമേ, അത് ശാരീരിക പ്രവർത്തിയാലും മാനസികമായ പ്രവർത്തിയാലും അതിന്റെ പരിപൂർണതയിലും ഫലത്തെ നൽകാൻ കഴിയുള്ളൂ. നമ്മൾ വ്യായാമം എന്ന രീതിയിൽ ഈ പറഞ്ഞുകൊണ്ട് രാവിലെ അടുക്കളയിൽ ഭർത്താവിനെയും കുട്ടികളെയും അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ആവശ്യം ഓഫീസിലേക്ക് പോകാൻ തയ്യാറാവുന്ന ഒരു അമ്മയുടെയോ അച്ഛന്റെയോ അല്ലെ, ഇപ്പൊ പുരുഷനും സ്ത്രീയും എല്ലാവർക്കും ഇത് ചുമതലയുണ്ട്. എല്ലാവരും ഇത് ചെയ്താൽ തന്നെ അവർ ആകാംക്ഷ മുഴുവൻ ഈ സമയത്തിനുള്ളിൽ അതൊക്കെ എത്തിച്ചേർക്കാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും ഇത് ചെയ്യാം. ഇത് അവരിൽ ഈ പറഞ്ഞിട്ടൊരു സെൻസ് ഓഫ് വെൽബീങ്, സെറട്ടോണിൻ, എൻഡോർഫിൻ അല്ലെ അങ്ങനെയുള്ള വെൽനസ് ഹോർമോണിന്റെ ഒരു അനുഭവത്തെ അല്ല ഉണ്ടാകുക. എപ്പിനെഫ്രൈൻ, നോറെപ്പിനെഫ്രൈൻ തുടങ്ങിയുള്ള ഫൈറ്റ് ഫിയർ തുടങ്ങിയിട്ടുള്ള സ്റ്റിമുലേഷനെയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഈ പറഞ്ഞ ഈ ഭാവങ്ങളൊന്നും അല്ല വ്യായാമത്തിൽ വരും. അപ്പൊ വ്യായാമം എന്ന് പറയുന്നത് ഇതെല്ലാ അമ്മമാരും ചോദിക്കും, വീട്ടിൽ നിന്ന് എനിക്ക് ആവശ്യത്തിലേറെ ജോലി ഉണ്ട്, അല്ലെ വീട്ടിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാരോട് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ അത്യാവശ്യം എല്ലാ പണിയും ചെയ്യുന്നുണ്ടോ, പിന്നെ ഞാൻ എന്തിനാ അധികം വ്യായാമത്തിന് വേണ്ടി ഒരു നിശ്ചിത സമയം മാറ്റി വെക്കുകയും ആ സമയം അപ്പൊ ഒരു സമയം അതിനു വേണ്ടി മാറ്റി വെക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റ് വിഷയങ്ങളിൽ നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് നമ്മുടെ ശരീര സംരക്ഷണത്തിനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രം ചെയ്യുന്നു. മാത്രമല്ല ഈ ന്യൂറോണൽ പാത്വേസിനെ പറ്റി പറയുമ്പോൾ ലിംബിക് സിസ്റ്റത്തിന്റെ ഒക്കെ എനിക്കൊരു ലക്ഷ്യത്തോടു കൂടി ഞാനൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഉള്ള ന്യൂറോണൽ കണക്ഷൻ ശരീരത്തിൽ ഉണ്ടാവുകയും ഈ ചിന്ത അടുത്ത സമയത്ത് വരുമ്പോൾ ഇത് റിവൈവ്ഡ് ആവുകയും ചെയ്യുന്നു എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. അപ്പം നമ്മളൊരു കൃത്യമായ തോതിൽ കൃത്യമായ സമയം നിശ്ചിതമായ സമയം നിശ്ചയിച്ച് അതിനുവേണ്ടി നമ്മൾ വ്യായാമത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറുകയും നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രതയും നമ്മുടെ ഫോക്കസ് മുഴുവൻ വൺ പോയിന്റഡ് ഫോക്കസോടുകൂടി അവയർനെസ്സോടുകൂടി നമ്മൾ അതിൽ എൻഗേജ്ഡ് ആവുകയും നമ്മൾ മറ്റു കാര്യങ്ങൾ മറക്കുകയും ചെയ്യുന്നു. അത് ഈ പറഞ്ഞിട്ട് നമുക്ക് പൂർണ്ണ പ്രയോജനത്തെ നൽകും. എന്നാൽ മറ്റേ സന്ദർഭത്തിൽ ഉണ്ടാകുന്നത് ആങ്സൈറ്റിയും എക്സൈറ്റ്മെന്റോടും കൂടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി വളരെ വെപ്രാളപ്പെട്ട് ചെയ്യുന്നതിന് ഈ പറഞ്ഞ വ്യായാമത്തിന്റെ പ്രയോജനം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഈ അവകാശപ്പെടുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ ആരോഗ്യസ്ഥിതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെ, വളരെ വ്യക്തമാണ്, കൃത്യമായ ഉത്തരവാണ്. നമുക്ക് വൈൻഡപ്പ് സമയമാവുന്നു. രമാദേവി ഡോക്ടറെ, നമ്മുടെ സേതു സാറിന് നന്ദി പറയാനായിട്ട് ഡോക്ടറെ ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടറെ. കേൾക്കാമോ? കേൾക്കാം. ഹലോ, ഡോക്ടർ സേതുരാജ്, വളരെ നന്നായിരുന്നു.
ഞാൻ MA സാൻസ്ക്രിറ്റ് കഴിഞ്ഞിട്ട് ഹോമിയോപ്പതിക്ക് ചേർന്ന ആളാണ്. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കായിരുന്നു, സാൻസ്ക്രിറ്റ് MA കഴിഞ്ഞിട്ട് അങ്ങനെ പോവാനാണെങ്കിൽ ആയുർവേദത്തിൽ പഠിച്ചാൽ പോരായിരുന്നു എന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവർ ചോദിച്ചിരുന്നതെന്ന്. അന്ന് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പിന്നെയും സുശ്രുതയൊക്കെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇത്രയും ഡീപ്പായിട്ടാണ് ഇങ്ങനെ സാൻസ്ക്രിറ്റിലാണ് ഇതെല്ലാം എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ലേ സുഭാഷിതം, ഭാഷ്യം, സൂത്രം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ വയോബല ശരീരാണി ദേശകാലാശനാഴ്ച ആ സമീക്ഷ ഉര്യ വ്യായാമം അന്യഥാ രോഗ കാരണം എന്നൊക്കെ പറയുമ്പോ അതെനിക്ക് ഇങ്ങനെ ആ സംസ്കൃതം പഠിച്ചതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ശരിക്കും മനസ്സിലായി. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ നന്നായിരുന്നു. പിന്നെ വലിയ സന്തോഷമുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പൊ വ്യായാമത്തിനെ പറ്റി പറഞ്ഞു, ഇനി ഭക്ഷണത്തിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ വാദം, പിത്തം, കഫം അതങ്ങനെ ഞങ്ങൾക്കും ഉണ്ട് അങ്ങനെ സോറാസിഫിലി ഉണ്ട്. അതുപോലെ അത്രിദോഷങ്ങളെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഒരു കമ്പാരിസൺ ആവും. നല്ലായിരുന്നു, വളരെ നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഇനിയും വരണം. ഓക്കെ, താങ്ക് യു. ഞാൻ എന്റെ പേരിലും എന്റെ ഈ IFHന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും വരണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. അപ്പൊ ഇനിയും തുടരും. കാലം പിന്നെ ഒഴുകും. ഇനിയും പുതിയ ഇതിനകത്ത് അഡീഷൻസ് വരുന്നുണ്ട്. വ്യായാമത്തെ കുറിച്ച് മാത്രമല്ല, കുളിക്കുന്നതിനെ കുറിച്ചും ആഹാരത്തെ കുറിച്ചും വസ്ത്രത്തെ കുറിച്ചും എല്ലാത്തരം കാര്യങ്ങളെ കുറിച്ചും ഡോക്ടർമാർ അറിഞ്ഞിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് വളരെ നന്നായിട്ട് സാറ് പറയുകയുണ്ടായി. അപ്പൊ ഇനിയും നമ്മുടെ പരിപാടി തുടരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നാളെ ഇതേ സമയം മറ്റൊരു വിഷയമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. വളരെ നന്ദി. നമസ്കാരം.